പരിഷ്കാരം, ഐക്യം തകർക്കരുത് എന്ന പ്രമേയം അവതരിപ്പിച്ച് സംസാരിക്കാൻ വേണ്ടി കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ കോഴിക്കോട് ജില്ലയുടെ പ്രഗത്ഭനായ ജനറൽ സെക്രട്ടറി ബഹുവന്യ അഹമ്മദ് ബാക്കവി അവർകളെ ആദരവോടെ അധ്യക്ഷന് വേണ്ടി ക്ഷണിക്കുന്നു. عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. بسم الله الرحمن الرحيم. واذكروا إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمته إخوانا. صدق الله مولانا العظيم. وقال رسول الله صلى الله عليه وسلم: لا تزال طائفة من أمتي ظاهرين على الحق، أو كما قال. ഏറ്റവും ധന്യമായ ഈ അനുഗ്രഹീത വേദിയുടെ അധ്യക്ഷരും നമ്മെ നമ്മുടെ ആശയും ആത്മീയ സ്രോതസ്സുമായ ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ, സ്റ്റേജിലുള്ള ഉസ്താദുമാരെ, നേതാക്കളെ, സദസ്സിലുള്ള പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, മുത്തഅല്ലിമീങ്ങളെ, നാട്ടുകാരെ, സ്നേഹിതന്മാരെ, ഞാൻ പറയാതെ തന്നെ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട നമ്മുടെ തങ്ങളുടെ അധ്യക്ഷതയിൽ ശൈഖുന ഓറുടെ കാലത്ത് തന്നെ ജംഇയ്യത്തിന്റെ വക്താവായി തിരഞ്ഞെടുത്ത 45ാം വാർഷികത്തിന്റെ പ്രമേയമായി തിരഞ്ഞെടുക്കപ്പെട്ട പരിഷ്കരണം, ഐക്യം തകർക്കരുത് എന്ന വിഷയം അവതരിപ്പിച്ച് സംസാരിക്കേണ്ടതായിരുന്നു. സംഗതിവശാൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സമ്മേളനത്തിന്റെ ഭാഗമായി തന്നെ ഖുർആൻ പരിഭാഷ എതിർക്കപ്പെടുന്നതെന്തുകൊണ്ട് എന്ന അതിമഹത്തായ വിഷയം നാളെ രാവിലെ കൃത്യം 10 മണിക്ക് കോഴിക്കോട് വെച്ച് അവതരിപ്പിക്കേണ്ടതുള്ളതുകൊണ്ടും ശാരീരികമായ അസ്വസ്ഥതയുടെ പേരിലും നിർബന്ധിതനായി ഞാൻ ഏറ്റെടുത്തതാണ്. ഞാനിത് പറയുന്നത് മഹാനരുടെ പേര് നൽകി അവരവതരിപ്പിക്കുമെന്ന് പരസ്യപ്പെടുത്തിയിട്ട് എന്തുകൊണ്ട് എന്ന് അറിയാത്തവർക്കുള്ള ഒരു മറുപടിയായിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മശായിഖുമാരുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് സത്യം സത്യമായി മനസ്സിലാക്കാനും സത്യത്തിലൂടെ ജീവിച്ച് അതിന്മേൽ മരണപ്പെട്ട് ഹക്കായ റബ്ബിന്റെ ഹദറത്തിലേക്ക് എത്താനുള്ള ഭാഗ്യം നമുക്കും നമ്മുടെ ബന്ധപ്പെട്ടവർക്കും സ്നേഹിതന്മാർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. നാൽപ്പത്തഞ്ച് വർഷം മുമ്പ് കേരളക്കരയിൽ സ്ഥാപിതമായ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ എന്നറിയപ്പെടുന്ന
സാധാരണക്കാർക്കിടയിൽ സമസ്ഥാന എന്നറിയപ്പെടുന്ന മഹത് സംഘടനയുടെ 45-ാം വാർഷികം നടക്കാനിരിക്കുകയാണ്. ഈ 45-ാം വാർഷികത്തിന്റെ പ്രമേയമായി കേന്ദ്ര മുശാവറ തിരഞ്ഞെടുത്തിരിക്കുന്ന പ്രമേയമാണ് പരിഷ്കരണം, ഐക്യം തകർക്കരുത് എന്നത്. യഥാർത്ഥത്തിൽ ഉദ്ഘാടന പ്രസംഗം മുതൽ ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ വിളംബര പ്രസംഗത്തിലടക്കം ഇങ്ങനെ ഒരു പ്രമേയം കേരള പൊതുസമൂഹത്തിനിടയിൽ, മുസ്ലിമീങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് സുന്നികൾക്കിടയിൽ ഒരു സമ്മേളനത്തിന്റെ പ്രമേയമായി അവതരിപ്പിക്കാൻ അവകാശമുള്ള ഒരു സംഘടന ഈ സംഘമായതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രമേയമായി ഇപ്പോഴാണെങ്കിലും വർഷങ്ങൾക്ക് മുമ്പേ സംഘടന പറഞ്ഞുകൊണ്ടിരിക്കുന്ന, പരസ്യമായും വ്യംഗ്യമായും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണിത്. സമുദായത്തിന്റെ ഐക്യമെന്നത് അത് അത്യാവശ്യമാണെന്നും നാം എത്ര തന്നെ ചെലവഴിച്ചാലും, എത്ര തന്നെ സംഖ്യകൾ ചെലവഴിച്ചാലും മനസ്സുകൾക്കിടയിൽ ഐക്യമുണ്ടാക്കാൻ നമുക്ക് സാധ്യമല്ലെന്നതും വിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ ഉദ്ബോധിപ്പിച്ച ഒരു കാര്യമാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പ്രവാചകത്വലബ്ധി മക്കയിലാണ് നടന്നതെങ്കിലും, ഇസ്ലാമിക പ്രബോധനത്തിന്റെ തുടക്കം മക്കയിൽ ആരംഭിച്ചെങ്കിലും, നബിതങ്ങൾക്കും സ്വഹാബത്തിനും നിലനിൽപ്പും പരിശുദ്ധ ദീനിന്റെ പ്രബോധനത്തിന് ത്വരിതഗതിയും വരുന്നത് മദീന ജീവിതത്തിലൂടെയാണ്. അതിനുശേഷമാണല്ലോ പല പല യുദ്ധങ്ങളും ശത്രുക്കളുമായുള്ള ഏറ്റുമുട്ടലുകളും നടന്നത്. ഇത്തരം ചില യുദ്ധങ്ങളും മറ്റുമൊക്കെ നടന്നതിന്റെ ശേഷം സ്വഹാബാക്കളെ ഈ യുദ്ധത്തിന്റെ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ധരിപ്പിക്കുന്ന കൂട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമായി പല സന്ദർഭങ്ങളിലും അല്ലാഹു എടുത്തു പറഞ്ഞതാണ് ജനങ്ങൾക്കിടയിലുള്ള, ഗോത്രങ്ങൾക്കിടയിലുള്ള ചേരിതിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടിയവർക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയ മാനസികമായ യോജിപ്പും ഐക്യവും. ഒരിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളോടും സ്വഹാബത്തിനോടും അതുവഴി നമ്മോടും അല്ലാഹു പറയുന്നത്, ഈ യുദ്ധത്തിലെന്ന് മാത്രമല്ല ഏത് സന്ദർഭത്തിലും നിങ്ങളെ സഹായിക്കുന്നത് അല്ലാഹുവിന്റെ സഹായം കൊണ്ട് നിങ്ങളെ ശക്തിപ്പെടുത്തുകയാണ്. പടച്ച തമ്പുരാൻ നിങ്ങളറിയാതെ നിങ്ങളിലൂടെയാണ് വിജയം കിട്ടുന്നതെങ്കിലും ശക്തി കിട്ടുന്നതെങ്കിലും അല്ലാഹു നിങ്ങളറിയാത്ത ഭാഗത്തിലൂടെ നിങ്ങൾക്ക് നൽകുന്ന ശക്തിയാണത്. ഉബിൽ മുഅ്മിനീന, നിങ്ങളോടുകൂടെ വിശ്വസിച്ച ആളുകളെ കൊണ്ടും സ്വഹാബത്തിനെ കൊണ്ടും കൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ശക്തിയും കഴിവും വിജയവും നിങ്ങൾക്ക് നൽകുന്നത് എന്ന് പറഞ്ഞതിന്റെ ശേഷം അല്ലാഹു തആല അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉണർത്തുന്നത്, നബിതങ്ങളെ അറിയിക്കുന്നതും ഓർമ്മിപ്പിക്കുന്നതും നിങ്ങൾക്കിടയിൽ ഇണക്കമുണ്ടാക്കിയതും ഐക്യമുണ്ടാക്കിയതും അല്ലാഹുവാണ്. ലൗ അൻഫഖത മാ ഫിൽ അർളി ജമീഅൻ മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം, നിങ്ങൾ ഈ ഭൂമിയിൽ ഉള്ളതെല്ലാം, ഭൗതികമായ വസ്തുക്കളെല്ലാം നിങ്ങൾ ചെലവഴിച്ചിട്ട് നിങ്ങൾ പരിശ്രമിച്ചാലും എന്ത് നിങ്ങൾ ചെയ്താലും
നിങ്ങൾക്കിപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹാബത്തിന്റെ ഇടക്കുണ്ടാക്കിയ ഐക്യം ഉണ്ടാക്കി തീർക്കുക എന്നത് നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന ഒരു സംഗതിയേ അല്ല. ഇത് അല്ലാഹു തആല നിങ്ങൾക്ക് തന്നല്ലോ നബിയേ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ചെയ്ത നിഅമത്തും അല്ലാഹുവിന്റെ അനുഗ്രഹവും ഒരിടത്ത് അല്ലാഹു തആല സൂചിപ്പിക്കുന്നുണ്ട്. മദീനയിലെ രണ്ട് ഗോത്രങ്ങളായ ഔസ് ഖസ്റജ് എന്നറിയപ്പെടുന്ന വലിയ പ്രതാപികളായ നേതാക്കളായ അങ്ങോട്ടും ഇങ്ങോട്ടും ശണ്ടയിലും സ്പർദ്ധയിലും കഴിഞ്ഞുകൂടിയ രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ അല്ലാഹു തആല നടത്തിയ ഐക്യത്തെയും യോജിപ്പിനെയുമാണ് ആദരവായ നബിതങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ അറിയിക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായ പ്രയാസഘട്ടങ്ങളിൽ ഒരു യുദ്ധത്തോടനുബന്ധമായി അവിടുത്തെ പുന്നാര പത്നി ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുനാഫിക്കുകൾ കാര്യമേറ്റെടുത്ത് അവർ പ്രചരിപ്പിച്ചിരിക്കുന്ന ഇഫ്കിന്റെ സംഭവം ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് പുരാതി നാട്ടിലൊക്കെയും പ്രചരിപ്പിച്ച സന്ദർഭം ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇതിന്റെ നിജസ്ഥിതി അല്ലാഹു അതുവരെ അറിയിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ പ്രയാസപ്പെടുന്ന ഒരു സമയം മദീന പള്ളിയിൽ വെച്ച് അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പ്രയാസത്തോടുകൂടെ ഒരു സന്ദർഭത്തിൽ പറഞ്ഞു, എന്റെ ഭാര്യയുടെ കാര്യത്തിൽ, എന്റെ പത്നിയുടെ കാര്യത്തിൽ എന്നെ ബുദ്ധിമുട്ടിപ്പിച്ചു. ആ ബുദ്ധിമുട്ടിപ്പിച്ചവനോട് അവനാൽ നബിതങ്ങൾക്കുണ്ടായ പ്രയാസം സ്വഹാബത്തിന്റെ മുമ്പ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരസ്യപ്പെടുത്തിയപ്പോൾ നബിതങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞപ്പോൾ ഔസ് ഖസ്റജ് എന്നീ രണ്ട് ഗോത്രക്കാരുടെ കൂട്ടത്തിൽ രണ്ട് ഗോത്രത്തെയും നയിച്ചുകൊണ്ടിരിക്കുന്നത് സഅദ് എന്നറിയപ്പെടുന്ന രണ്ടുപേരാണ്, രണ്ടു സഅദുമാർ. ആ സഅദുമാരിൽ ഒരാൾ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾക്ക് ഈ പ്രയാസം മനസ്സിൽ വെച്ച് ഇല്ലാതാക്കാൻ ഞങ്ങളൊക്കെയും അങ്ങയോടുകൂടെ എല്ലാ ഘട്ടങ്ങളിലും ഉണ്ട് നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങൾക്ക് സമാധാനവും സന്തോഷവും അവിടുത്തെ മനസ്സിനുണ്ടായ പ്രയാസവും നീക്കാൻ രണ്ട് സഅദുമാരിൽ ഒരാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്നത്, നബിയേ, ഞങ്ങളുടെ കബീലയിൽ വെച്ച് ആരെങ്കിലുമാണോ അങ്ങയുടെ പത്നിയെ സംബന്ധിച്ച് ഈ പുരാതി നാട്ടിൽ പരത്തിയതെങ്കിൽ അയാളെ ഞങ്ങൾ കൈകാര്യം ചെയ്തു കൊള്ളാം, ഞങ്ങൾ അയാളെ കൊന്നുകൊള്ളാം. അങ്ങനെ കൊല്ലാനുള്ള അധികാരം ആരും ചോദ്യം ചെയ്യപ്പെടാത്ത നേതാക്കന്മാരാണ് ഈ രണ്ട് കബീലയുടെയും നേതൃപദവിയിലുള്ള രണ്ട് സഅദുമാർ. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞത്, എന്റെ കബീലയിൽപ്പെട്ട ആളാണെങ്കിൽ അയാളെ ഞങ്ങൾ കൊല്ലാം, അതിന് ആരോടും ചോദിക്കേണ്ടതില്ല. ഇനി അഥവാ മറ്റേ ഗോത്രത്തിൽപ്പെട്ട ആളാണ്, മറ്റേ കുടുംബത്തിൽപ്പെട്ട ആളാണെങ്കിൽ തങ്ങൾ സമ്മതം തരികയാണെങ്കിലും ഞങ്ങൾ അയാളെ കൊല്ലാം. ഇത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഅദ് എന്നവർ പറയുന്നത് ആദരവായ നബി തങ്ങളുടെ മനസ്സിന്റെ പ്രയാസവും അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സിന്റെ വിഷമവും ബുദ്ധിമുട്ടും അറിഞ്ഞതുകൊണ്ടും അതിൽ വെച്ച് നബി തങ്ങൾക്ക് സമാധാനം കിട്ടട്ടെ എന്ന് കരുതിയിട്ടുമാണ്. അങ്ങനെ വളരെ വിഷമത്തോടുകൂടെ ഇരിക്കുന്ന നബിതങ്ങളെ സമാധാനിപ്പിക്കുക എന്നല്ലാതെ മറ്റു കബീലയോട് വെറുപ്പുള്ളതുകൊണ്ടോ മറ്റു ഗോത്രക്കാരോട് മാനസികമായി അതൃപ്തിയുള്ളതുകൊണ്ടോ അല്ല. ഞങ്ങളെ കൂട്ടത്തിലുള്ളവരാണെങ്കിൽ ഞങ്ങൾ കൊല്ലാം, മറ്റുള്ളവരുടെ കൂട്ടത്തിലാണെങ്കിൽ തങ്ങൾ സമ്മതം തരികയാണെങ്കിലും തങ്ങൾ കൽപ്പിക്കുകയാണെങ്കിലും ഞങ്ങൾ അയാളെ കൊല്ലാം. ഇത് പറയേണ്ട താമസം ഏത് സന്ദർഭമാണിതെന്ന് നാം മനസ്സിലേക്ക് ഒന്നെത്തിക്കണം. വളരെ പ്രശ്നം പിടിച്ച, വിഷമം പിടിച്ച, മാനസികമായി പ്രയാസപ്പെട്ട് മറ്റേ കബീലയെ പരാമർശിച്ചതിന്റെ പേരിൽ അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്, ഖദബ്തയാ അദുവല്ലാഹ്, നിങ്ങൾ പറഞ്ഞത് കളവാണ്. കളവാന്ന് പറഞ്ഞാൽ അള്ളാന്റെ റസൂല് കൊല്ലാൻ പറഞ്ഞാലും നിങ്ങൾക്ക് അയാളെ കൊല്ലാൻ പറ്റൂല, അങ്ങനത്തെ ഒരു സാഹചര്യമല്ല ഇവിടെയുള്ളത്.
ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണെങ്കിൽ അയാളെ കൊല്ലാൻ ഞങ്ങൾക്ക് തന്നെ അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് മദീനത്തെ പള്ളിയിൽ ആദരവായ നബി തങ്ങൾക്ക് പ്രയാസം അനുഭവിക്കുന്ന ഈ നേരത്ത് ഏറ്റുമുട്ടാൻ ശ്രമിച്ച രണ്ട് കബീലയാണ് ഔസും ഖസ്റജും. അത്രമേൽ അവർ ബദ്ധശത്രുക്കളായിരുന്നു. ഈ ശത്രുതയെ അല്ലാഹു തആല നീക്കിയതാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു തആല എടുത്തു പറയുന്നത്, ലൗ അൻഫഖത മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ളതെല്ലാം അങ്ങ് ചെലവഴിച്ചാലും തങ്ങളെ കൊണ്ട് സാധ്യമല്ലാത്ത ഒരു നിഅ്മത്താണ് അവർക്കിടയിൽ രജ്ഞിപ്പുണ്ടാക്കിയിട്ടും ഐക്യമുണ്ടാക്കിയിട്ടും അല്ലാഹു തആല നൽകിയത്. ഐക്യത്തെ അല്ലാഹു തആല പരാമർശിച്ച ഒരു വാക്ക്, ഒരു സംഭവം ഞാൻ ഉദ്ധരിച്ചു എന്ന് മാത്രം. ഇങ്ങനെ സമുദായത്തിനിടയിലുള്ള ഐക്യം, ആ സമുദായത്തിനിടയിലുള്ള ഐക്യം ഓരോരോ കാലത്തിനോടൊപ്പിച്ചും ഓരോരോ നാട്ടിനോടൊപ്പിച്ചും പ്രകൃതത്തോടൊപ്പിച്ചും വരുത്തുന്ന പുതിയ പുതിയ പരിഷ്കാരങ്ങളെ കൊണ്ടും മോടിപിടിപ്പിക്കലുകളെ കൊണ്ടും ഈ ഐക്യം തകർക്കുന്ന വിധത്തിലാവരുത് കളിക്കുന്നത് എന്ന് കേരളത്തിലുള്ള എല്ലാ സംഘടനകളോടും ഉണ്ടാക്കാനിരിക്കുന്ന സംഘടനകളോടും മൊത്തത്തിൽ മുന്നറിയിപ്പ് നൽകുകയാണ്, ആവശ്യപ്പെടുകയാണ് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ. ഈ സംഘത്തിന് ഇത് സമുദായത്തോട് പറയാൻ അവകാശമുണ്ട്. ഈ സംഘത്തിന് മാത്രമേ നാം മുമ്പ് കേട്ടതുപോലെ സമുദായത്തോട് ഇത് പറയാൻ അവകാശമുള്ളൂ. ഇതല്ലാത്ത മറ്റ് സംഘടനകൾ എത്ര കേരളത്തിൽ ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന എത്രയോ സംഘടനകൾ. അതിൽ ബിദ്അത്തുകാരെ സംബന്ധിച്ചിടത്തോളം ലവലേശം ഐക്യത്തോടുകൂടെ ജീവിക്കണമെന്ന് കേരളത്തിലെ മക്കളോട് ഒരു ശ്വാസത്തിലും പറയാനുള്ള അവകാശം അവർക്കില്ലെന്നത് അവിതർക്കിതമാണ്. ഐക്യസംഘത്തിന്റെ 100ാം വാർഷികം അത് പൊലിമയോടുകൂടെ നടത്തപ്പെടുകയാണ്. അതിന്റെ പ്രചാരണങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഐക്യസംഘം എന്ന് പറയുന്നത് ഐക്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ സംഘമാണെന്നാണ് കേൾക്കുന്നവനും അതേക്കുറിച്ച് ചിന്തിക്കാത്തവനും ബോധമില്ലാത്തവനും തോന്നുകയെങ്കിലും കേരള മുസ്ലിമീങ്ങളുടെ പാരമ്പര്യമായി നടന്നുകൊണ്ടിരുന്ന ഐക്യത്തിന് ഏതെങ്കിലും ഒരു കൂട്ടർ മതത്തിന്റെ പേരിൽ ഇവിടെ തകരാറ് സംഭവിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഐക്യത്തെ തകർത്തിട്ടുണ്ടെങ്കിൽ 1ാം നമ്പറായി അത് ബിദ്അത്തിന്റെ കക്ഷികളാണ്, ഐക്യസംഘത്തിന്റെ പൊലിമ പറയുന്നവരാണ്. എന്തുകൊണ്ട്? നമ്മുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചു, കേരളത്തിൽ ജീവിച്ചുപോയ മുസ്ലിമീങ്ങൾ, കേരളത്തിലുണ്ടായിരുന്ന വിശ്വാസികൾ, ആ വിശ്വാസികൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം മുതൽക്ക് തന്നെ പരിശുദ്ധ ദീനിന്റെ പ്രഭയെത്തിയ പ്രദേശമാണ് കേരളം. അതിന്റെ പ്രചുരമായ പ്രചാരണം വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് നടന്നതെങ്കിലും അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് തന്നെ പരിശുദ്ധ ദീനിന്റെ പ്രഭയെത്തിയ കേരളത്തിൽ ഐക്യസംഘം 100ാം വാർഷികം കൊണ്ടാടുന്ന സമയത്ത് ആ 100 വർഷത്തിന്റെ അപ്പുറത്തുള്ള എത്ര നൂറ്റാണ്ടുകൾ, ഈ നൂറ്റാണ്ടുകളിലൊക്കെയും ജീവിച്ചിരുന്ന കേരളത്തിലെ മുസ്ലിമീങ്ങൾ എന്തെങ്കിലും ഒരൈക്യം, ആശയത്തിന്റെ പേരിൽ ഒരൈക്യം, ആദർശത്തിന്റെ പേരിൽ ഒരൈക്യം, അഥവാ പരിശുദ്ധ ദീനിന്റെ അഖീദയിലോ വിശ്വാസത്തിലോ അതിന്റെ കർമ്മപരമായ കാര്യങ്ങളിലോ എന്തെങ്കിലും വിശ്വാസപരമായോ കർമ്മപരമായോ അനൈക്യത്തിൽ ജീവിച്ചിരുന്ന ഒരു ജനങ്ങളാണെങ്കിൽ അവിടെ ഉണ്ടാക്കണമായിരുന്നു ഐക്യസംഘം. പക്ഷേ ചരിത്രം പറയുന്നത് അങ്ങനെയല്ല. ഏതെല്ലാമോ ചില മോശത്തരങ്ങൾ ഈ നാട്ടിന്റെ ചില യുദ്ധങ്ങളിലും മറ്റുമൊക്കെ പങ്കെടുത്തിട്ടും അതിൽ പ്രതികളായി മാറിയിട്ടും നിന്നവർ ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന KM മൗലവി തുടങ്ങിയിട്ട് എണ്ണിക്കൊണ്ടിരിക്കുന്ന നേതാക്കൾ ഇവിടെ പല പ്രവർത്തനങ്ങളും നടത്തിയിട്ട് ആ പ്രവർത്തനത്തിന്റെ പേരിൽ നാട് വിട്ടുപോകേണ്ട ദുർഗതി വന്നിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോരണം, എന്തെങ്കിലും ഒരു പുതുമ കയ്യിലില്ലാതെ എങ്ങനെ വരുമെന്ന് കരുതിയിട്ട് തിരിച്ചു പോരുമ്പോൾ ചീഞ്ഞു താറിയ നജിദിയൻ സംസ്കാരത്തിൽ കൈയിട്ടുകൊണ്ട് വാരിയിട്ട് ഈ സമുദായത്തിലേക്ക് എടുത്തുകൊണ്ടുവന്ന ഏറ്റവും വിഷലിപ്തമായ ആശയങ്ങളാണ് ബിദ്അത്തുകാർ ഇവിടെ കുത്തിവെച്ചത്. ഈ കുത്തിവെക്കലോടുകൂടെയാണ്
പാരമ്പര്യമായി നടന്നു വരുന്ന വിശ്വാസത്തിന് തകരാറ് വരുന്നത്, പാരമ്പര്യമായി കർമ്മപരമായി കേരള മുസ്ലിമീങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന മാർഗത്തിന് തകരാറ് സംഭവിക്കുന്നത് ഇതോടുകൂടെയായതുകൊണ്ട് തന്നെ ഐക്യസംഘം എന്ന് കേൾക്കുമ്പോൾ ഐക്യമെന്ന് തോന്നിയാലും കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ പാരമ്പര്യമായ ഐക്യത്തിന്റെ ആ ഒരു ചങ്ങല എത്തിച്ചതും ആ ഒരു ചങ്ങല അറുത്തുമാറ്റിയതും അനൈക്യത്തിന്റെ വിത്തുപാകിയതും ഒന്നാമതായി വിദ്അത്തുകാരാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തായിരുന്നു കേരള മുസ്ലിമീങ്ങളുടെ പാരമ്പര്യം? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിനെ കൊണ്ട്, ആ സ്വഹാബത്തിനെ തുടർന്നിട്ട് താബിഈങ്ങളിലൂടെ, അവരുടെ പിന്മുറക്കാരിലൂടെ പരിശുദ്ധ ദീനിന്റെ അടിസ്ഥാനപരമായ വിശ്വാസം, ദീനിന്റെ അഖീദ, അതേപോലെ തന്നെ കർമ്മപരമായി എങ്ങനെയാണ് ഇബാദത്തുകൾ നിർവഹിക്കേണ്ടത്, എങ്ങനെയാണ് ഇടപാടുകൾ നടത്തേണ്ടത്, എങ്ങനെയാണ് ജനങ്ങളുമായിട്ട് പെരുമാറേണ്ടത് എന്നിത്യാദി ഒരു മുസ്ലിമായ മനുഷ്യന് വേണ്ട വിശ്വാസ ആചാര അനുഷ്ഠാന കർമ്മങ്ങളെല്ലാം നിലനിർത്തുന്നതിലും അത് കൊണ്ടു നടക്കുന്നതിലും ഒരേ ഒരു രൂപമായിരുന്നു മുസ്ലിമീങ്ങൾക്കുണ്ടായിരുന്നത്. വിശ്വാസപരമായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് പരിശുദ്ധ ദീനിൽ അംഗീകൃതമായ രണ്ട് ത്വരീഖത്തുകളാണ് വിശ്വാസപരമായ ഉലമാക്കൾ പഠിപ്പിക്കുന്നത്. ഒന്ന് അശ്അരി ത്വരീഖത്തും മറ്റൊന്ന് മാതുരീദി ത്വരീഖത്തും. ഇങ്ങനെ രണ്ട് ത്വരീഖത്തുകൾ, വിശ്വാസത്തിന്റെ രണ്ട് സരണികൾ, അത് തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളതുകൊണ്ടല്ല. അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർക്കപ്പെടുന്ന അശ്അരിയ ത്വരീഖത്ത്, ആ മഹാനരുടെ പ്രബോധനവും മഹാനർ ജനങ്ങളോട് ഈ വിശ്വാസപരമായ കാര്യങ്ങളെ തൊട്ട് ബോധീകരിക്കുന്നതിൽ വെച്ചും അകന്നു നിൽക്കുന്ന പ്രദേശത്ത് അബൂ മൻസൂർ അൽ മാതുരീദി തങ്ങളായതുകൊണ്ട് വിശ്വാസത്തിന്റെ സരണികൾക്ക് രണ്ട് പേര് വന്നു എന്ന് മാത്രം, വിശ്വാസപരമായി കാര്യമായ എതിർപ്പുകളൊന്നുമില്ല. ഇങ്ങനെ രണ്ട് മാർഗങ്ങളുണ്ടെങ്കിലും നമ്മുടെ കേരളത്തിലുള്ള മുസ്ലിമീങ്ങൾ പഠിച്ചിരുന്നത് നാം ഇന്നുകൊണ്ട് നടക്കുന്ന അഖീദ തന്നെയാണ്, സുന്നികൾ ഇന്നുകൊണ്ട് നടക്കുന്ന അഖീദ തന്നെയാണ്. അല്ലാഹുവിലുള്ള വിശ്വാസം, മലക്കുകളിലുള്ള വിശ്വാസം, അതുപോലെ തന്നെ കിതാബുകളിലും മുർസലുകളിലും ഖിയാമത്ത് നാളിലും ഖദർ ഖദായിലുമുള്ള വിശ്വാസം എന്ന് തുടങ്ങിയിട്ട് അടിസ്ഥാനപരമായ 6 വിശ്വാസം നാം പഠിക്കുന്നുണ്ടല്ലോ, അതും അതിനോട് ബന്ധപ്പെട്ടതും. അല്ലാഹുവിന് 20 വാജിബായ സിഫത്ത്, 20 മുസ്തഹീലായ സിഫത്ത്, ഒരു ജായിസായ സിഫത്ത് എന്ന് തുടങ്ങിയിട്ട് മദ്രസകളിൽ വെച്ചും ദർസുകളിൽ വെച്ചും വഅളുകളിൽ വെച്ചും കേട്ടുകൊണ്ടും പഠിച്ചുകൊണ്ടും നാം മനസ്സിലാക്കുന്ന ഈ ഒരു ശൈലിയുള്ള സരണിയാണ് അശ്അരിയ ത്വരീഖത്ത്. ഞാൻ സാധാരണക്കാരെ ഉദ്ദേശിച്ചുകൊണ്ട് പറയുകയാണ്. ഈ അശ്അരിയ ത്വരീഖത്തുകാരായിരുന്നു കേരളത്തിലുള്ള 100% മുസ്ലിമീങ്ങളും അംഗീകരിച്ചിരുന്നത് ഇതേ ഒരു വിശ്വാസം. ഇതാണ് വിശ്വസിച്ചതെന്ന് പറഞ്ഞാൽ ഐക്യസംഘവും ബിദ്അത്തുകാരും വഹാബികളും നമ്മുടെ കേരളക്കരയിൽ പ്രത്യക്ഷപ്പെടുന്നതിന്റെ മുമ്പ് നൂറ്റാണ്ടുകളോളം ജീവിച്ച മുസ്ലിമീങ്ങൾ വിശ്വാസത്തിൽ അവർ കൊണ്ടു നടന്നത് അതാന്ന് പറഞ്ഞാൽ അവരുടെ ശരിയായ വിശ്വാസം അതായിരുന്നു. നിങ്ങൾ ആലോചിക്കണം, നാം ഒന്ന് ചിന്തിക്കണം. ഈ വിശ്വാസം ശരിയല്ലെന്നൊരാൾ പറയുമ്പോൾ ആരാണ് ഇവിടെ അനൈക്യമുണ്ടാക്കുന്നത്? ഒന്നാമതായിട്ട് ബിദ്അത്തിന്റെ കക്ഷികൾ വിശ്വാസത്തെയാണ് പിടികൂടിയത്. മുസ്ലിമീങ്ങളുടെ വിശ്വാസം ശരിയല്ല. അവർ പാരമ്പര്യമായിട്ട് പിതാക്കന്മാരും അവരുടെ കോതമാരും പറയുന്നതനുസരിച്ച് വിശ്വസിക്കുന്നവരാണ്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച വിശ്വാസത്തിൽ പിടികൂടിയത് തൗഹീദിനെയാണ്, ഏകനായ അല്ലാഹുവിലുള്ള വിശ്വാസം. അല്ലാഹു ഏകനാണ്, ഒരു റബ്ബ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. എത്ര ആദരവുള്ളവരുണ്ടെങ്കിലും എത്ര ബഹുമാനമുള്ളവരുണ്ടെങ്കിലും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പോലും നാം വിശ്വസിക്കുന്നത് അല്ലാഹുവിന്റെ അടിമയാണ്. അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ അബ്ദാണ്. ശൈഖുനാ ഊർ ഈ വാക്കിനർത്ഥം വെക്കല് തന്നെ അല്ലാഹുവിന്റെ ബടുവനാണ്, അല്ലാഹുവിന്റെ ഏറ്റവും മുന്തിയ അടിമയാണ്, അടിമത്വത്തിൽ മുന്തിയവരാണ്. ആ അടിമത്വത്തിൽ മുന്തിയവരാണെന്നും അല്ലാഹുവിന്റെ ശരിയായ സമ്പൂർണനായ അടിമയാണെന്നും
അതേ സ്ഥാനത്ത് അള്ളാഹുവിന്റെ റസൂലാണെന്നും നാം വിശ്വസിക്കുമ്പോ അള്ളാഹുവിനോടുകൂടെ മറ്റൊരു ഇലാഹിൽ മുസ്ലിമീങ്ങൾ വിശ്വസിച്ചിരുന്നില്ല. അള്ളാഹുവിനോടുകൂടെ മറ്റൊരു റബ്ബിൽ മുസ്ലിമീങ്ങൾ വിശ്വസിച്ചിരുന്നില്ല. ഈ വിശ്വസിക്കാത്ത മുവഹിദുകളായ ഏകനായ റബ്ബിൽ വിശ്വസിക്കുന്ന നൂറ്റാണ്ടുകളോളം കഴിഞ്ഞുകൂടിയ മുസ്ലിമീങ്ങളെ വിശ്വാസം ശരിയല്ല. അവർ തൗഹീദ് പഠിച്ചിട്ടില്ല. മക്ക മുശ്രിക്കുകളുടെ തൗഹീദാണ് അവർക്ക് ഇപ്പോഴുമുള്ളത് എന്ന് ഏതൊരു കൂട്ടരാണോ കേരളത്തിലുള്ള പരിശുദ്ധരായ ഉലമായിനെ കുറിച്ചും അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾ വരെ മുട്ടി നിൽക്കുന്ന പരമ്പരകളെ കുറിച്ചും ഓരോ നൂറ്റാണ്ടിൽ കഴിഞ്ഞുപോയവരെ കുറിച്ചും അവർ തൗഹീദിൽ വെച്ച് അകന്നു എന്ന് പറഞ്ഞാൽ അതിനുശേഷമുള്ളവർ തൗഹീദിന്റെ കാര്യത്തിൽ ഭിന്നിച്ചു. അതിന്റെ മുമ്പുള്ളവർ മറ്റൊരു തൗഹീദുകാരാണ്. ഇവിടെയാണ് തൗഹീദിനെ പിടികൂടിയതിന്റെ പേരിൽ അനൈക്യം വിതറുന്നത്. ഇതാണ് കാലത്തിനൊപ്പിച്ച് ദേഹേച്ഛയ്ക്ക് വേണ്ടി, ഇഷ്ടലാഭത്തിന് വേണ്ടി, ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്കതറിയില്ലെങ്കിലും ആ താല്പര്യങ്ങൾ മറച്ചുവെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ അടിസ്ഥാനപരമായ വിശ്വാസത്തെ പിടിച്ചിട്ട് അതിനെ പിടികൂടിയിട്ട് ഐക്യസംഘമെന്നോ മറ്റ് സംഘങ്ങളെന്നോ പേരിട്ടാലും മറ്റേത് പ്രവർത്തനത്തിന്റെ പേരിലാണെങ്കിലും ഈ ഒരു സംഗതിയുടെ പേരിൽ മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കുന്ന പരിഷ്കരണം ഇത് പാടില്ല. ഇത് ഭിന്നിച്ചു പോകും. ഭിന്നിച്ചാൽ എന്താ അർത്ഥം? ഖിയാമത്ത് നാൾ വരെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഹബീബായ പ്രവാചകർ. തിരുനബി തങ്ങൾക്ക് ശേഷം ഇനി ഒരു പ്രവാചകർ വരാനില്ല. അതുകൊണ്ട് തന്നെ അള്ളാന്റെ റസൂല് ഈ ലോകത്ത് പ്രചരിപ്പിച്ച വിശ്വാസവും അള്ളാന്റെ റസൂല് പഠിപ്പിച്ച ദീനും ഖിയാമത്ത് നാൾ വരെ ലോകത്ത് നിലനിൽക്കും. അങ്ങനെ നിലനിൽക്കുന്നില്ലെങ്കിൽ നിലനിൽക്കുന്നത് കൊണ്ടാണല്ലോ ഇനിയൊരു നബിയുടെ ആവശ്യമില്ല. ഖിയാമത്ത് നാൾ വരേക്കും നബി ഒന്നാണ്, സമുദായം ഒന്നാണ്, വിശ്വാസത്തിൽ സമുദായം ഒന്നാണ്. ഈ ഒന്നിച്ചു നിന്ന സമുദായത്തെ വിദ്അത്തിന്റെ കക്ഷികളോട് ഈ സംഘത്തിന് പറയാനുള്ളത്, ഈ സംഘത്തിന്റെ നേതാക്കളുടെ ആശീർവാദത്തോടുകൂടെ അതിന്റെ പ്രവർത്തകർക്ക് പറയാനുള്ളത്, നടക്കാനിരിക്കുന്ന സമ്മേളനത്തിന്റെ പ്രഭയമായി നടത്താനുള്ള ആഹ്വാനം, നിങ്ങളുടെ ദേഹേച്ഛയ്ക്ക് വേണ്ടി നിങ്ങൾ എന്തൊക്കെയോ ചെയ്യുമ്പോ ഈ സമുദായത്തെ നിങ്ങൾ വെട്ടിമുറിക്കരുത് വിശ്വാസപരമായി. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് യാഥാർത്ഥ്യമല്ലേ? എന്തിന്റെ പേരിലാണ് മുസ്ലിമീങ്ങളായ മുവഹിദുകളായ പരമ സത്യസന്ധരായ നൂറ്റാണ്ടുകളോളം ജീവിച്ച സാധാരണക്കാരെയും അവർ പിന്തുടർന്ന ഉലമാക്കളെയും ഔലിയാക്കളെയും ആരിഫീങ്ങളെയും സ്വാലിഹീങ്ങളുമൊക്കെ മുശ്രിക്കുകളാക്കിയിട്ടും തൗഹീദിൽ വെച്ച് വ്യതിചലിച്ചവരായിട്ടും പഠിപ്പിക്കുന്നത് എന്തിന്റെ പേരിലാണ്? ഇതും കൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആരംഭ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കം അള്ളാഹുവിന്റെ മുഖറബുകളായ, അള്ളാഹുവിന്റെ ഇഷ്ടക്കാരായ, അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കിയിരിക്കുന്ന അമ്പിയാക്കളല്ലെങ്കിലും അള്ളാഹുവുമായിട്ട് അടുത്തു നിൽക്കുന്ന, പടച്ചതമ്പുരാൻ പ്രത്യേകമായ സഹായവും അള്ളാഹുവിന്റെ തിരുനോട്ടം കൊണ്ട് അനുഗ്രഹിച്ചിരിക്കുന്ന ഔലിയാക്കൾ, സ്വാലിഹുകൾ, അത്തരം സ്വാലിഹീങ്ങളെ മുൻനിർത്തിയിട്ട് അള്ളാന്റെ റസൂലിന്റെ ഹക്ക് കൊണ്ട് പടച്ചവനെ എന്റെ ദോഷം നീ പൊറുക്കണം, മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങളുടെ ഹക്ക് കൊണ്ട് റബ്ബേ എന്റെ ദോഷം നീ പൊറുക്കണം, ബദരീങ്ങളെ നിനക്ക് ഇഷ്ടമാണല്ലോ, ബദരീങ്ങളുടെ ഹക്ക് കൊണ്ട് എന്റെ ദോഷം നീ പൊറുക്കണം എന്ന് പറയുന്നവരാണ് കേരളത്തിലുള്ള സുന്നികൾ മുസ്ലിമീങ്ങൾ. ഇതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെയും ഈ ദുആ ചെയ്യുന്ന മനുഷ്യന്റെയും ഇടക്ക് ഇടയാളനായി, മധ്യസ്ഥനായി മറ്റൊരാളെ പ്രതിഷ്ഠിക്കലിലൂടെ അവൻ ശിർക്കിൽ ആപതിച്ചവനാണ് എന്നാണ് ആകെ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം. ഒരുപക്ഷേ ഇതിന്റെ മറ്റൊരു രൂപമായി അള്ളാഹുവിന്റെ ഹബീബായ തങ്ങളുടെ പരിശുദ്ധമായ ഖബർ ശരീഫിന്റെ അടുത്ത് ചെന്നുകൊണ്ടോ അല്ലെങ്കിൽ ദൂരെ വെച്ച് നബി തങ്ങളെ മനസ്സുകൊണ്ട് ഹാജരാക്കി അള്ളാഹുവിന്റെ റസൂലിനെ മനസ്സിൽ സാന്നിധ്യപ്പെടുത്തിയോ, ആദരവായ നബിയെ അങ്ങനെ ഒന്ന് കൈപിടിക്കണം, എന്നെ ഒന്ന് സഹായിക്കണം, എന്റെ കൈവട്ട പൂജ്യമാണ്, എന്റെ കയ്യിലൊന്നുമില്ല, അതുകൊണ്ട് അങ്ങയുടെ സഹായം എനിക്ക് വേണമെന്ന് നേരിട്ടോ ദൂരെ നിന്നോ അടുത്തു നിന്നോ പറഞ്ഞു പോയതിന്റെ പേരിലും കേരളത്തിൽ ഇന്നേ വരെയുള്ള മുസ്ലിമീങ്ങൾക്ക് പരിശുദ്ധമായ തൗഹീദ് കിട്ടിയില്ലെന്ന് പറയുമ്പോ ഏത് സ്ഥലത്ത് വെച്ചാണ് എന്റെ സഹോദരന്മാരെ ഈ വിദേഹത്തിന്റെ കക്ഷികൾക്ക് തൗഹീദ് കിട്ടുന്നത്?
ഏതെങ്കിലും ഒരു നബി വന്നുകൊണ്ട് പഠിപ്പിച്ചു കൊടുത്തോ? ഏതെങ്കിലും ഒരു പ്രത്യേകമായി അള്ളാഹുവിന്റെ ഭാഗത്ത് വെച്ച് വഹി വന്നുകൊണ്ട് ഇന്നതാണ് തൗഹീദ് എന്ന് പഠിക്കാൻ സാധിച്ചോ? ഇന്ന് വരെ ഉണ്ടായിരുന്നതിൽ വെച്ചൊരു മാറ്റം വരുത്തണമെങ്കിൽ ആ മാറ്റം വരുത്തുന്നത് ഈ പുതിയ ഒരറിവ് കിട്ടിയതിന്റെ പേരിലായിരിക്കണം. അറിവ് കിട്ടാനുള്ള മാർഗം നാം ആലോചിച്ചാൽ ഇക്കഴിഞ്ഞുപോയ നൂറ്റാണ്ടിലുള്ള ഈ മുശ്രിക്കുകളാണ് എന്ന് ഇവർ ആരോപിക്കുന്നവരിൽ വെച്ചല്ലാതെ ഇത് കിട്ടാനുള്ള മാർഗവുമില്ല. മുമ്പുള്ളവരൊക്കെ മുശ്രിക്കുകളായിപ്പോയി. അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾ പഠിപ്പിച്ച തൗഹീദിൽ വെച്ചും വളരെ വളരെ അകന്നുപോയി എന്ന് പറയുമ്പോ ആ അകന്ന് ശിർക്കിലേക്ക് ആപതിച്ച ശിർക്കിൽ മുങ്ങിയിരിക്കുന്ന മുശ്രിക്കുകൾ പഠിപ്പിക്കുന്ന തൗഹീദാണോ പിന്നെ ഇവർ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്? തൗഹീദിൽ വെച്ച് മാറി നിന്ന് ഞാൻ സാധാരണ ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളാണ്. ഇങ്ങനെ തൗഹീദിനെ പിടികൂടിയിട്ട് സമുദായത്തെ, മുവഹിദുകളായ സമൂഹത്തെ, പരിശുദ്ധരായ സ്വാദിക്കുകളായ സമൂഹത്തെ രണ്ട് തട്ടാക്കിയിട്ട് ഒരു കൂട്ടം ബഹുഭൂരിപക്ഷം ആളുകളെയും മുശ്രിക്കുകളും കാലാകാലം നരകത്തിൽ കടക്കുന്നവരുമാക്കിയിട്ട് സമുദായത്തെ രണ്ട് ഘട്ടമാക്കിയ ബിദ്അത്തുകാരോടാണ് അനൈക്യം നിങ്ങളുടെ പരിഷ്കാരം കൊണ്ട് ദീനിൽ അനൈക്യം നിങ്ങൾ ഉണ്ടാക്കരുത്, ഈ സമുദായത്തെ നിങ്ങൾ വെട്ടിമുറിക്കരുത്. പരിഷ്കരണം ഇവിടെ പലതും നടത്താം. അനൈക്യമില്ലാത്ത പരിഷ്കരണമില്ലേ? ഒരുത്തന്റെ വീട് വേണമെങ്കിൽ പഴയ വീട് പൊളിച്ചിട്ട് അത് സുന്ദരമായ ഒരു പുതിയ വീടാക്കിയിട്ട് എല്ലാ മോടികളും വെച്ച് ഹറാമായ മുതലുകൊണ്ടല്ലാതെ പരിഷ്കരിച്ചോ? ആ പരിഷ്കാരം കൊണ്ട് ഇവിടെ അനൈക്യം വരുന്നില്ല. മുമ്പ് കഴിഞ്ഞ സൽക്കാരങ്ങളും മംഗലങ്ങളും ഒരാൾക്ക് എങ്ങനെയാ സാധിക്കുകയെങ്കിൽ അപ്രകാരം കഴിച്ചാൽ ആ പരിഷ്കാരം കൊണ്ട് ഇവിടെ അനൈക്യം വരുന്നില്ല. അതേ സ്ഥാനത്ത് ദീനിനെ അനർഹരായ ആള് തൊട്ടുകളിക്കുമ്പോ, അനർഹരായ ആള് സ്വന്തം ഇഷ്ടത്തിനൊപ്പിച്ചുകൊണ്ട് ദീനിനെ വ്യാഖ്യാനിക്കുകയും ദീനിനെ പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പം, നിങ്ങളുടെ പരിഷ്കാരം കൊണ്ട് ഈ സമുദായത്തെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കേണ്ട ഈ സമുദായത്തെ നിങ്ങൾ വെട്ടിമുറിക്കരുതേ. ഇതാണ് ഈ പ്രമേയത്തിൽ സമൂഹത്തോട് ആർക്കാണോ ഇത് ബാധിക്കുകയെങ്കിൽ അവരോട് പ്രത്യേകം ഈ സംഘത്തിനും നമ്മുടെ നേതാക്കൾക്കും ഈ പ്രമേയത്തിലൂടെ പറയാനുള്ളത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വെച്ചല്ലോ, അള്ളാഹുവിന്റെ ഹബീബായ തങ്ങളെ വിളിച്ചതിന്റെ പേരിൽ, നബി തങ്ങളെ തവസ്സുലാക്കിയതിന്റെ പേരിൽ നിങ്ങൾ ഓർത്തു നോക്ക്, ആരൊക്കെയാണ് ഈ പറയുന്നതിൽ പെടുന്നത്? കേവലം നാട്ടിലുള്ള ഒരു ഹാജി മാത്രമല്ല, ഒരു മാമ മാത്രമല്ല, ഒന്നും അറിയാത്ത സാധാരണക്കാരൻ മാത്രമല്ല. ഇത് ചെയ്തു പോയവർ ആരൊക്കെയാണ്? ചരിത്രം പരിശോധിച്ചാൽ ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പോലും ഒരുപക്ഷേ ഇവരുടെ ആക്ഷേപത്തിന് വിധേയായിട്ടുണ്ടാവാം. ആരംഭ നബി തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ 6 മാസം കഴിഞ്ഞതിന്റെ ശേഷമാണ് മഹദിയും മറുലോകത്തേക്ക് നീങ്ങിപ്പോകുന്നത്. ഈ 6 മാസങ്ങൾക്കിടയിൽ ഒരുപാട് പ്രയാസങ്ങൾ, മാനസികമായ വിഷമങ്ങൾ എന്റെ പിതാവ് അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ വിരഹത്തോടുകൂടെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അതെങ്ങാനും ശോഭിച്ചുകൊണ്ടിരിക്കുന്ന പകലുകളുടെ മേലിലാണ് സംഭവിച്ചതെങ്കിൽ ആ പകലുകളൊക്കെയും രാത്രിയായി പോകുമായിരുന്നു. പകലിന്റെ പ്രകാശം പോലും നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. അவ்விதം താങ്ങാൻ പറ്റാത്ത പ്രയാസമാണ് എന്റെ പിതാവ് അഷ്റഫുൽ ഖൽഖ് തങ്ങളോട് വിരഹത്തോടുകൂടെ ഞാൻ അനുഭവിക്കേണ്ടി വന്നത് എന്നൊക്കെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്തിൽ പ്രയാസപ്പെട്ടുകൊണ്ട് ഉണ്ടാക്കുന്ന പ്രയാസമല്ല, മനസ്സിന് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് കവിതകളായി പുറത്തേക്ക് വന്നതാണ്. അല്ലാഹുവിന്റെ റസൂലിനെ നേരിട്ട് വിളിച്ചുകൊണ്ട് വഅൻസൂദുഹു യാ ഖൈറ മംബാത്തി അസ്സറാ വയാ ഖൈറ മർസൂലിൻ ഇലാ ഖൈരി ഉമ്മത്തി بحقيك كلي في معادي شافيا وأنت غياثي في أماني وشدتي. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ വിളിച്ചുകൊണ്ട് വഫാത്തിന്റെ ശേഷം പറഞ്ഞ ഈരടികൾ മഹാന്മാർ ഉദ്ധരിക്കുന്നത് കാണാം. ഞാൻ അഷ്റഫുൽ ഖൽഖ് തങ്ങളോട് ആണയിട്ട് ചോദിക്കുകയാണ്, വളരെ പ്രയാസത്തോടുകൂടെ ചോദിക്കുകയാണ്,
യാ ഖൈറ മംവാത്തി അസ്റാ, ഈ ഭൂമിയിലൂടെ നടന്നുപോയ ആളുകളിൽ ഏറ്റവും ഉത്തമരെ, ഭൂമിയിൽ ജീവിച്ചവരിൽ ഏറ്റവും ഉത്തമരായ നബിയെ, വയാ ഖൈറ മർസൂലിൻ ഇലാ ഖൈരി ഉമ്മത്തി, ഏറ്റവും ഉത്തമ സമുദായത്തിലേക്ക് അയക്കപ്പെട്ട നബിമാരിൽ ഏറ്റവും ഖൈറായ പ്രവാചകരെ, അങ്ങയോട് ഞാൻ ചോദിക്കുകയാണ്, ആ തങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്. എന്താണ് മഹദിയുടെ ചോദ്യം? ബിഹഖീക കുല്ലി ഫീ മഅദി ശാഫിഅ, തങ്ങൾ അല്ലാഹുവുമായുള്ള ബന്ധം കൊണ്ട് തന്നെ, പടച്ച ബന്ധങ്ങൾക്ക് തന്നിരിക്കുന്ന ജാഹു കൊണ്ട് തന്നെ, തങ്ങൾക്ക് അല്ലാഹു തആല തന്ന സ്ഥാനമാനം കൊണ്ട് തന്നെ, പടച്ചവനുമായിട്ടുള്ള ആ സ്പെഷ്യൽ ബന്ധം മുൻനിർത്തിക്കൊണ്ട് തന്നെ, കുല്ലി തങ്ങൾ എനിക്കാവണം, ഫീ മഅദി ശാഫിഅ, എന്റെ പാരത്രിക ലോകത്ത്, മഹ്ശറാ ലോകത്ത് എനിക്ക് അങ്ങയുടെ ശഫാഅത്ത് തരാൻ അങ്ങയുടെ ഹഖ് പിടിച്ചുകൊണ്ട് ഞാൻ തങ്ങളോട് ചോദിക്കുന്നു എന്ന് ഫാത്തിമ ബീവിയെ തൊട്ടുദ്ധരിക്കപ്പെടുമ്പോ, വഅന്ത ഗിയാസി, തങ്ങളാണ് എന്നെ സഹായിക്കാനുള്ളത്, ഫീ അമാനി വശിദ്ദത്തി, എന്റെ എല്ലാ ആഗ്രഹങ്ങളിലും എന്റെ പ്രയാസഘട്ടങ്ങളിലും എന്റെ ബുദ്ധിമുട്ടുകളിലും തങ്ങളാണ് എന്നെ സഹായിക്കാനുള്ളതെന്ന് അഷ്റഫുൽ ഖൽഖ് തങ്ങളോട് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ചോദിക്കുമ്പോ, എന്റെ സഹോദരന്മാരെ, ഇത് ചെയ്തതിന്റെ പേരിൽ, ഇത് പറഞ്ഞതിന്റെ പേരിൽ, ഈ ഒരു രൂപത്തിലുള്ള പ്രാർത്ഥന നടത്തിപ്പോയതിന്റെ പേരിൽ ഈ 100 കൊല്ലത്തിന് മുമ്പുള്ളവരൊക്കെയും തൗഹീദിൽ വെച്ച് വ്യതിചലിച്ചു. അതുകൊണ്ട് ഐക്യസംഘം തൗഹീദിൽ വെച്ച് വ്യതിചലിച്ചത് കൊണ്ട് അവർ ഒന്നായിട്ട് തന്നെ നിൽക്കുകയാണല്ലോ. ഒന്നായിട്ട് നിൽക്കുന്ന ഒരിടത്ത് വെച്ച് ഐക്യസംഘം എന്ന ഒരു സംഘടന ഉണ്ടാക്കിയപ്പോഴാണ് ഇവിടെ സമുദായം 2 ചേരിയായിട്ട് മാറുന്നത്. ഐക്യം തകർത്തവർ അവരാണ്, 1-ാം നമ്പറായി അവരാണ്. ഇത് നമ്മുടെ മശായിഖുമാർ, ചരിത്രമറിയുന്ന ഉലമാക്കൾ, കേരളത്തിന്റെ ചരിത്രം വായിച്ച ഏതൊരു നിഷ്പക്ഷ ബുദ്ധിയാ ചിന്തിക്കുന്നവർക്കും ബോധ്യപ്പെടുന്ന ഒരു സംഗതിയാണ്. ഇതിന് ശേഷമാണ് കേരളത്തിലുള്ള ഉലമാക്കൾ സംഘടനയെക്കുറിച്ച് ചിന്തിച്ചത് തന്നെ. അതിന്റെ മുമ്പ് ഒരു സംഘടന വേണ്ട. എന്താ, നമ്മുടെ ഉദ്ഘാടനത്തിൽ കുഞ്ഞാലി ഉസ്താദ് പറഞ്ഞല്ലോ, ഏതൊരു സാധാരണക്കാരന്റെയും ഇതപര്യന്തമുള്ള നിലപാട് ഒരു വിഷയം വരുമ്പോ, വിശ്വാസത്തിലായാലും, വിശ്വാസത്തിൽ വലിങ്ങനൊന്നും പഴക്കുവാനില്ല, അപാരമ്പര്യമായ വിശ്വാസം നിലക്കൊണ്ടാ മതി. കർമ്മപരമായ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു വിഷമൊരാൾക്ക് വരുമ്പോ, ഇല്ലേ ഇനി അത് എടുത്താൽ പറ്റുമോ, ഇല്ലേ, നിസ്കാരത്തിൽ ഒരു തകരാറ് വന്നാൽ അയാൾക്ക് വിശ്വസ്തനായ ഒരു ഉസ്താദിനോട് ചോദിക്കും. ആ ഉസ്താദിനോട് ചോദിച്ചാൽ ആ ഉസ്താദ് അയാൾക്ക് എവിടെ വെച്ച് കിട്ടിയോ ആ കിട്ടിയതനുസരിച്ച് പറയും. അതനുസരിച്ച് ജീവിക്കുന്ന വഴക്കം ഇന്നല്ല, വലിയ വലിയ ഉലമാക്കളുള്ള കാലത്ത് ഓരോ പ്രദേശത്തുമുള്ള എണ്ണപ്പെട്ട ഉലമാക്കളിലേക്ക് വിഷയമെത്തിയാൽ അവിടം കൊണ്ട് തീരുന്നതായിരുന്നു പ്രാദേശികമായി ചിന്തിച്ചാൽ ദീനിന്റെ വിഷയം. ശാഫിഈ മദ്ഹബുകാരാണ് കേരളത്തിലുള്ളവർ. ഏതാണ്ടും അല്പം ഹനഫികളുണ്ട്. അവരെ അല്പം ഹനഫികളുള്ളത് മാറ്റി നിർത്തിയാൽ ബഹുഭൂരിഭാഗം ശാഫിഈ മദ്ഹബ് അനുസരിച്ച് ജീവിക്കുന്നവർ. നിസ്കാരം അങ്ങനെ, നോമ്പങ്ങനെ, ഹജ്ജ് അങ്ങനെ, സക്കാത്ത് അങ്ങനെ, എല്ലാ ഇടപാടുകളും വൈവാഹിക ജീവിതവും എന്തെല്ലാമാണോ ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജീവിതത്തിലുള്ള കർമ്മങ്ങളെങ്കിൽ ആ കർമ്മങ്ങൾ മുഴുവനും അവര് പ്രവർത്തിച്ചിരുന്നത് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് പ്രകാരം. ആ മദ്ഹബ് അനുസരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന, മദ്ഹബ് അനുസരിച്ച് ജീവിക്കുന്നതിന്റെ ന്യായങ്ങളോ അതിന്റെ തെളിവുകളോ ഒന്നുമല്ല ഞാനീ പറയുന്നത്. ഇങ്ങനെ വിശ്വാസപരമായി അശ്അരിയ്യ ത്വരീഖത്തിലും ശാഖാപരമായി കർമ്മപരമായി ശാഫിഈ മദ്ഹബിൽ ബഹുഭൂരിഭാഗം ആളുകളും ജീവിക്കുന്നതിനിടയിലാണ് വിശ്വാസം പഴച്ചു. ശാഫിഈ മദ്ഹബ് അനുസരിച്ച് അങ്ങനെ ജീവിച്ചാൽ പറ്റൂല. കാരണം ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാലത്തിനൊക്കുന്നതല്ല, മഹാനവറുകൾക്ക് പിഴവ് സംഭവിച്ചു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം ഇജ്തിഹാദിന് തയ്യാറായി പരിശുദ്ധ ഖുർആനിൽ വെച്ചും ഹദീസിൽ വെച്ചും വിധികൾ കണ്ടെത്തണം എന്നുള്ള ന്യായേനെ സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് വിദ്അത്തിന്റെ കക്ഷികളെല്ലാം പ്രത്യക്ഷപ്പെട്ടത്. ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് ബസീറത്തുള്ള ഉലമാക്കൾ, ദീർഘദീർഘുകളായ ഉലമാക്കൾ,
ദർസുകൊണ്ട് മാത്രം കഴിഞ്ഞുകൂടിയിരുന്നവർ, ആത്മീയമായ സംസ്കരണത്തിന് വേണ്ടി മാത്രം ജീവിതം ഒഴിച്ചു നിന്നവർ, സ്വന്തം അല്ലാഹുവിന്റെ ഇബാദത്തും ദിക്റുമായി കഴിച്ചുകൂടിയിരുന്നവർ, അവരുടെ മനസ്സിന് പ്രയാസം വന്നു. എവിടെ വെച്ച് പ്രയാസം വരാതിരിക്കും? അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ തൊട്ട് വരുന്ന ഒരു ഹദീസുണ്ട്, അശദ്ദുന്നാസി ബലാഅനിൽ അംബിയാഉ, അല്ലാഹുവിന്റെ ജനങ്ങളുടെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ, മനുഷ്യരുടെ കൂട്ടത്തിൽ പടച്ച തമ്പുരാൻ ഏറ്റവും കൂടുതൽ പ്രയാസം നൽകുന്നത് നബിമാർക്കാണ്. പിന്നെ അവരോടെടുത്തിരിക്കുന്ന മഹാന്മാർക്ക് പടച്ചവനെ കുറിച്ചുള്ള ബോധം, ദീനിനെ കുറിച്ചുള്ള ബോധം, അല്ലാഹുവിലുള്ള ചിന്ത ആർക്കാണോ ഉള്ളതെങ്കിൽ അവർക്കാണ് പ്രയാസം ഉണ്ടാവുക എന്ന ഹദീസിനെ പല നിലക്കും ഉലമാക്കൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തങ്ങളവറുകൾ ഇത് രോഗം കൊണ്ടുണ്ടാകുന്ന മാത്രം പ്രയാസമല്ല, സാധാരണ നമുക്ക് തിരിയുന്ന മുസീബത്ത് കൊണ്ട് മാത്രം ഉണ്ടാകുന്ന പ്രയാസമല്ല, മാനസികമായി അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പ്രയാസപ്പെടുന്നവർ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നവർ നബിമാരാണ്. പിന്നീട് അവരോട് തൊട്ടു നിൽക്കുന്നവരാണ്. കാരണം അല്ലാഹുവിനെ കുറിച്ച് വിവരം കുറഞ്ഞവർക്ക്, ദീനിനെ കുറിച്ച് വിവരം കുറഞ്ഞവർക്ക് ഈ സമുദായം ഒരു കൂട്ടം ആളുകള് ദീനിന്ന് പുറത്തുപോയാലെന്താ, ദീനിന്റെ അകത്തായാലെന്താ, അവർക്കത്ര പ്രയാസം വരൂല. പടച്ച തമ്പുരാനെ യാതൊരു അനൈക്യവുമില്ലാതെ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ വരെ നിരാക്ഷേപം മുട്ടുന്നു എന്ന് ഓരോ മനുഷ്യനുക്കും ഊഹിക്കാൻ പറ്റാവുന്ന വിധം നടന്നു വരുന്ന ഈ പാരമ്പര്യത്തെ ഈ ഒരു കൂട്ടം ആളുകള്, ഒരു കൂട്ടം മുതകബ്ബിറുകളായ അഹങ്കാരികളായ ആളുകൾ തച്ചുടച്ചല്ലോ എന്നതിന്റെ പേരിൽ പ്രയാസപ്പെട്ടത് തഖ്വയുള്ള ഉലമാക്കൾ, അല്ലാഹുവിന്റെ പേടിയുള്ള ഉലമാക്കൾ. അവരെക്കുറിച്ചുള്ള ബോധമല്ലാതെ ഇനി പിന്മുറക്കാർ ഇവരുടെ വലയിൽപ്പെട്ടുകൊണ്ട് നഷ്ടപ്പെട്ടു പോകുമല്ലോ, അവരെ നരകത്തിന്റെ ആളുകളായി മാറിപ്പോകുമല്ലോ. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പറഞ്ഞ നരകത്തിലെ പട്ടികളാണവർ എന്ന് പറഞ്ഞ ബിദ്അത്തിന്റെ കക്ഷികളിൽ ഇവർ പെട്ടുപോകുമല്ലോ. ഞങ്ങളുടെ കാലത്തുള്ള ജനങ്ങളെ സൽഫാന്താവിലൂടെ നയിക്കേണ്ട ഉത്തരവാദിത്തം അദ്ദീനു അന്നസീഹത്തു, ആരോ എല്ലാവരോടും ഗുണകാംക്ഷ, ആഖിറത്തിൽ എല്ലാവരും രക്ഷപ്പെടണം എന്ന ഓരോ മനുഷ്യനെ കുറിച്ചുമുള്ള ഗുണകാംക്ഷ. തങ്ങളുടെ സമകാലികരായ ജനങ്ങളെ, അവർക്ക് കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ സാധ്യമല്ലെങ്കിലും അവരെ രക്ഷപ്പെടുത്തണമല്ലോ എന്ന ചിന്ത ഉലമാക്കളുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത് അക്കാലത്താണ്. അതിനെ തുടർന്നുണ്ടാക്കിയ സംഘമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന സംഘടന. അപ്പം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നത് അനൈക്യം ഇല്ലാതാക്കാൻ വേണ്ടി, ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി, ഐക്യത്തിന് തുരങ്കം വെച്ചവരെ പ്രതിരോധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് സമസ്തയുടെ അതിന്റെ സ്ഥാപിത ലക്ഷ്യം. എത്രത്തോളം വിദേഹത്തിന്റെ കക്ഷികൾ ഈ നാട്ടിൽ അഴിഞ്ഞാടി എന്നതിന് നമ്മുടെ മഹാന്മാർ, നമ്മുടെ ഉസ്താദുമാർ പറയാറുണ്ട്. വലിയ വലിയ ഉസ്താദുമാരും മറ്റുമൊക്കെ വഅദ് പറയുമ്പോ ആ വഅദുകളിൽ ഉത്ബോധിപ്പിക്കുന്നത് അല്ലാഹുവിന്റെ ദീനിന്റെ വിശ്വാസമാണ്, ദീനിന്റെ കർമ്മങ്ങളാണ്, മുമ്പ് കഴിഞ്ഞു പോയ സ്വഹാബത്തിന്റെ കഥകളാണ്. എന്തൊരു കഥ പറയണം? ആ കഥകൾ കേട്ടിട്ട് മനസ്സിന് ധൈര്യമുണ്ടാവാൻ, ആഖിറത്തെക്കുറിച്ച് ചിന്തയുണ്ടാവാൻ, ഞങ്ങളും പോകേണ്ടതല്ലേ അവർ പോയ ആഖിറത്തിലേക്ക് എന്ന ഒരു തദ്കീർ. ഇങ്ങനെ ഉറുദിയും വാളും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു മഹാനായ പണ്ഡിതൻ, ആ പണ്ഡിതർ വാള് പറയുമ്പോ ഉഹദ് യുദ്ധത്തിന്റെ അശ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിൽ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട ഒരു കഥ വിവരിക്കുകയാണ്. നാം ഇത് കേൾക്കാത്തവരല്ല. അങ്ങനെ കഥ വിവരിക്കുമ്പോൾ ഈ വാളിൽ പറയുന്നത് ഖാലിദ് ഇബ്നുൽ വലീദ് തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ ആരംഭ നബിയെ കൊണ്ട് വിശ്വസിച്ചത് മുതൽ ഞാൻ യുദ്ധത്തിൽ ധരിക്കുന്ന ഒരു പടത്തൊപ്പിയുണ്ട്. ആ പടത്തൊപ്പിയിലുണ്ടായിരുന്നു മുസ്തഫായ നബി തങ്ങളുടെ തിരു ശരീരത്തിൽ വെച്ച് തലയിൽ വെച്ചുള്ള തിരുമുടിയുടെ ഏതാനും ചില മുടികൾ ഞാൻ തുന്നിവെച്ചിരുന്നു എന്റെ തലയുടെ, എന്റെ തൊപ്പിയുടെ അടിഭാഗത്ത്. അതെന്റെ തലയോട് സ്പർശിക്കും. അങ്ങനെ സ്പർശിക്കുന്ന ആ തലമുടിയുടെ ബർക്കത്ത് കൊണ്ട് ഞാനത് ധരിച്ചിട്ട് നടത്തിയ എല്ലാ യുദ്ധങ്ങളിലും എനിക്ക് ഫതഹും നസുറും അല്ലാഹുവിന്റെ ഭാഗത്ത് വെച്ചുണ്ടായിട്ടുണ്ട് എന്ന്
ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു തങ്ങളവറുകൾ ഈ തൊപ്പി നഷ്ടപ്പെട്ട യുദ്ധത്തിൽ എന്റെ തൊപ്പി എവിടെ പോയി എന്നും പറഞ്ഞിട്ട് നടക്കുമ്പോ നിങ്ങളൊരു കുറഞ്ഞ ബലേന്റെ തൊപ്പിക്കാണോ പ്രയാസപ്പെടുന്നത് എന്ന് ചോദിച്ച ഒരാളോട് പറഞ്ഞു എന്ന് ഒരു ഉറുദിയിൽ ഒരു വഅദിൽ മഹാനരായ ഒരു വലിയ മഹാനർ ആ വഅദ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വഅദ് പറയുമ്പോ ചരിത്രത്തെ ആരും ചോദ്യം ചെയ്യാറില്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകും. ആ സംഭവം ശരിയായിരിക്കും. കാരണം സത്യമല്ലാതെ പറയാത്ത സ്വാദിക്കുകളായ ഉലമാക്കളാണല്ലോ ഇത് പറയുന്നത്, അത് സത്യം തന്നെയാണ് എന്ന് പറഞ്ഞ് അംഗീകരിക്കുന്ന അവസ്ഥയിൽ വെച്ച് ഈ ബിദ്അത്തിന്റെ കക്ഷികളുടെ ഇത്തരം ദുർബോധനങ്ങളിലൂടെ അവരുടെ കുൽസിത ശ്രമങ്ങളിലൂടെ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരെയൊക്കെ അവമതിച്ചുകൊണ്ട് അവർക്കെതിരെ സാധാരണക്കാരന്റെ മനസ്സ് മലിനമാക്കിയതിന്റെ പേരിൽ ശ്രോതാക്കളിൽ ഒരാൾ ചോദിച്ചു പോലും, ആരംഭ നബിയുടെ തലമുടി തൊപ്പിയിൽ തുന്നിച്ചേർത്തതിന്റെ പേരിൽ ഖാലിദ് ഇബ്നുൽ വലീദ് തങ്ങൾക്ക് വിജയം കിട്ടിയിരുന്നുവെങ്കിൽ ഇസ്ലാമിൽ അറിയപ്പെട്ട യുദ്ധമാകുന്ന ഉഹദ് യുദ്ധം, ആദരവായ നബി തങ്ങളെയും സ്വഹാബത്തിനെയും അല്ലാഹു ഒരു വേള പരീക്ഷിച്ച ഉഹദ് യുദ്ധത്തിൽ അള്ളാന്റെ റസൂലും സ്വഹാബത്തും തോറ്റോടിയപ്പോൾ നബി തങ്ങളും ഒട്ടയടിച്ചവരായിരുന്നോ എന്ന ഒരു ചോദ്യം സദസ്സിൽ വെച്ച് ഈ ബിദ്അത്തിനാൽ പ്രചോദിതരായിട്ട് ചോദിക്കുന്നിടത്ത് വരെ രംഗമെത്തിയപ്പോൾ ഇത് ബഹുമാനപ്പെട്ട താജുൽ ഉലമ, ബഹുമാനപ്പെട്ട വണ്ടൂരിലെ മഹാനർ സദഖത്തുള്ള ഓറ് സാധാരണ അനുസ്മരിക്കാറുണ്ടായിരുന്നു പോലും ഇത്രയും കടുപ്പമായിട്ട് ഈ ബിദ്അത്തിന്റെ വിഷം നാട്ടിലാകെ പരക്കാൻ തുടങ്ങി. ആരംഭ നബിതങ്ങൾ തോറ്റോടി എന്നത് ഏതെങ്കിലും ഒരാൾ മനസ്സറിഞ്ഞുകൊണ്ടാണ് പറഞ്ഞതെങ്കിൽ ദീനിൽ വെച്ചവനിക്ക് പുറത്തു പോകുമെന്ന് വരെ സംശയിക്കണം. കാരണം അള്ളാന്റെ റസൂലും നിശ്ചിത ചില സ്വഹാബാക്കളുമല്ലാതെ ബാക്കിയുള്ളവരാണ് യുദ്ധം വിട്ടിട്ടൊരു സമയത്ത് മാറി നിന്നത്. നബിതങ്ങൾ യുദ്ധത്തിൽ ഞാൻ നബിയാണ്, നിസ്സംശയം ഞാൻ നബിയാണ്, അബ്ദുൽ മുത്തലിബിന്റെ മകനാണ് ഞാൻ ഓടുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾ ആ യുദ്ധത്തിൽ അടരാടിയിട്ടുണ്ട്, ധൈര്യത്തോടുകൂടെ നിന്നിട്ടുണ്ട്. ആ യുദ്ധത്തിൽ നബി തോറ്റോടിയപ്പോൾ തലയിൽ മുടിയില്ലായിരുന്നോ എന്ന് ചോദിക്കുന്നിടത്ത് വരെ എത്തുമ്പോ സമുദായത്തിന്റെ മനസ്സാരാണ് മലിനമാക്കുന്നത്? സമുദായത്തിന്റെ മനസ്സിനെ ഛിദ്രമാക്കിയതാരാണ്? ഈ സന്ദർഭങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് കാര്യബോധമുള്ള സാദാത്തുക്കൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ ചോരക്കട്ടകളാകുന്ന സയ്യിദുമാർ, അള്ളാഹു അവരുടെയൊക്കെ ഹഖ് ജാഹ് ബർക്കത്തുകൊണ്ട് നമ്മുടെ ദുനിയാവും ആഖിറവും വെളിച്ചമാക്കി തെരുമാറാവട്ടെ. ആ സാദാത്തുക്കളുടെ നേതൃത്വത്തിൽ മുഹഖിഖുകളായ ഉലമാക്കൾ, കാര്യം തിരിഞ്ഞ ഉലമാക്കൾ, സത്യം സത്യമായി മനസ്സിലാക്കാനും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും സാധിക്കുന്ന ഉലമാക്കൾ സടകുടഞ്ഞെഴുന്നേറ്റുണ്ടാക്കിയിരിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടന ഈ അനൈക്യവാദികൾക്കെതിരിൽ താക്കീതായിട്ടും ജനങ്ങളെ ബോധീകരിക്കാനും ഇവരെ പ്രതിരോധിക്കാനും അനൈക്യത്തിനെതിരിൽ ഉണ്ടാക്കിയ ഒരു സംഘടന. ആ സംഘടനയ്ക്ക് വലിയ സ്ഥാനം വന്നു, ജനമനസ്സുകളിൽ വലിയ സ്വാധീനം വന്നു. ജനമനസ്സുകളിൽ ഉലമാക്കളോടുള്ള ആദരവ് കൊണ്ട്, മഹാന്മാരോടുള്ള ആദരവ് കൊണ്ട്, അവരാണല്ലോ ഇതിന്റെ മുൻപന്തിയിലുള്ളത് എന്നതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ ബിദ്അത്തിനെ തടഞ്ഞു നിർത്താൻ, ബിദ്അത്തിന്റെ കടന്നുകയറ്റം, അതുപോലെ തന്നെ സമുദായത്തെ ഛിദ്രമാക്കുന്ന ഈ ക്ഷുദ്രജീവികളെ അടക്കിയിരുത്താൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കൊരു പരിധിവരെ സാധിച്ചു. അൽഹംദുലില്ലാഹ്. അതിനുവേണ്ടി അഹോരാത്രം ജസാ നൽകി, പ്രതിഫലം നൽകി അവരെ സന്തോഷിപ്പിക്കുമാറാവട്ടെ ദീനിന്റെ കാവൽഭടന്മാർ. ഞാൻ വളരെ ചുരുക്കി പറയട്ടെ, നമ്മുടെ ബഹുമാനപ്പെട്ട മഹാനർ ബർക്കത്തിന് വേണ്ടി അല്പം സംസാരിക്കും, നമുക്കത് അനുഗ്രഹത്തിന് വേണ്ടി കേൾക്കാം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്താണ് ഇവിടെ പ്രചരിപ്പിച്ചത്? വിശ്വാസപരമായി സമസ്തന്റെ ഒരു വിശ്വാസം, സമസ്തയുടെ ഒരു കർമ്മം, അങ്ങനല്ല. പണ്ടുള്ള വിശ്വാസത്തിൽ വെച്ചും കർമ്മപരവുമായിട്ട് ഏത് റൂട്ടായിരുന്നോ ഈ സമുദായം സ്വീകരിച്ചതെങ്കിൽ അത് നിലനിർത്തുക എന്നതാണ് സമസ്തയുടെ സ്ഥാപിത ലക്ഷ്യം. അശ്അരിയ ത്വരീഖത്ത്, ശാഫിഈ മദ്ഹബ്, ഇനി അല്പം നമ്മുടെ കേരളത്തിലൊക്കെ ഹനഫികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ട ആ ഒരു രൂപവും. മദ്ഹബുകൾ പലതായതുകൊണ്ടുണ്ടാകുന്ന ഭിന്നത ഇത് കേൾക്കുമ്പോൾ പറയുന്ന പിന്നെ മദ്ഹബിൽ വണ്ടി തന്നെ പിന്നുണ്ടല്ലോ, അവിടെ അതാ ഞാൻ പറഞ്ഞത്, മദ്ഹബുകൾ തമ്മിൽ എങ്ങനെ ഭിന്നത വന്നു എന്നതിന്റെ സമർത്ഥനമല്ല ഇത്.
ഈ പ്രമേയത്തിന്റെ സാങ്കത്യവും ഇതിന്റെ സാധുതയും ഒരു ചെറിയ രൂപത്തിൽ വിശദീകരിക്കുകയാണ്. ശരിയായി നടന്നു വന്നിരുന്ന അഖീദയും അതുപോലെ തന്നെ കർമ്മപരമായ ശാഫിഈ മദ്ഹബ് പ്രത്യേകവും, ഇനി മദ്ഹബിന്റെ മൊത്തം മദ്ഹബനുസരിച്ചുള്ള ജീവിതത്തെ തന്നെ അങ്ങനെ ജനങ്ങളെ വഴി നടത്താനുള്ള സംഘമായിട്ട്, സംഘടനയായിട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വർഷങ്ങളോളം പ്രവർത്തിച്ചു. 1920 ശേഷം, അതിവിടെ പറഞ്ഞല്ലോ, 967 വരെ, പെട്ടെന്ന് നമുക്ക് വിഷയം അവസാനിപ്പിക്കാം. 967 വരെ ഒരു തകരാറുമില്ലാതെ, സംഘടനാപരമായി തകരാറില്ലാതെ, അത്രയേ പറയാൻ പറ്റൂ. ശൈഖുനാ ഓറൊരിക്കൽ പറഞ്ഞത്, സംഘടനാപരമായിട്ടുള്ള പിളർപ്പും വ്യക്തമായ തീരുമാനവും 67 നടന്നതെങ്കിൽ 51 വടകരാണെന്ന് 51 വടകര നടന്ന സമ്മേളനത്തോടുകൂടെ ഞാനതുമായി വിട പറഞ്ഞിട്ടുണ്ട് എന്ന് ശൈഖുന അനുസ്മരിക്കാറുണ്ട് ദർസിൽ. സാധാരണ ഞാൻ മുശാവറ മെമ്പർ അല്ലെങ്കിലും, സമസ്തയുടെ മുശാവറ മെമ്പർ അല്ലെങ്കിലും എല്ലാ മുശാവറക്കും ഞാൻ പങ്കെടുക്കും. ഒരു മുശാവറ മെമ്പറെ കാണുന്നത് പോലെ, അഥവാ അവർക്കുള്ള അതേ രൂപത്തിൽ തന്നെ ഒപ്പൊക്കെ വെക്കും. അത് ശൈഖുന ഓറ് തന്നെ പറഞ്ഞതാണ്, നമ്മുടെ പള്ളിയിലെ ഓറ്. വടകര നടന്ന ആ യോഗത്തിൽ ഒരു കുട്ടിക്കളിയല്ലേ അവരവിടുന്ന് കളിച്ചുകൂട്ടിയത്. മഹാന്മാരുടെ മുമ്പിൽ വെച്ച് അവരുടെ അത്രയൊന്നും വലുപ്പമില്ലാത്ത ആളുകൾ ഓരോ സംഗതികൾ പറഞ്ഞുകൊണ്ട് കുട്ടിക്കളിയല്ലേ കളിച്ചത്. അതിന്റെ ശേഷം ഞാൻ അതുമായി ബന്ധപ്പെട്ടിട്ടില്ലെന്ന് ബഹുമാനപ്പെട്ട ഓരനുസ്മരിക്കാറുണ്ട്. എന്നാലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സംഘടനാപരമായി ഒരു അശുഭകരമായ തീരുമാനങ്ങളൊന്നും എടുക്കാത്തതിന്റെ പേരിൽ, സ്ഥാപിത ലക്ഷ്യത്തിൽ വെച്ചും വ്യതിചലിക്കാത്തതിന്റെ പേരിൽ ഐക്യത്തോടുകൂടെ തന്നെ പണ്ടം വിചാരിച്ച ആ ഐക്യം ബാഹ്യമായി നിലനിർത്തിക്കൊണ്ട് മുന്നോട്ടു പോയപ്പോ 67 എത്തുമ്പോഴാണ് ഒരു വലിയ സ്ഫോടനം. സമസ്തയുടെ പേരിൽ ഐക്യത്തിന്റെ കടക്ക് കത്തിവെക്കുന്ന സമ്പ്രദായം, ആ ഒരു തുടക്കം കുറിക്കപ്പെടുന്നത് 1967 നമ്മുടെ സംഘം എന്തുകൊണ്ടിത് പറയുന്നു എന്ന് നാം ചിന്തിക്കണം. ഈ വേദിയിലല്ലാതെ നമുക്കിത് പറയാൻ പറ്റൂല. ഇപ്പറയുന്നതല്ല അനൈക്യം. ഇത് ഓരോ സംഘത്തിനും അവരുടേതായ പ്ലാറ്റ്ഫോമിൽ അവരുടെ നിലപാട് തറയിൽ നിന്നുകൊണ്ട് തന്നെ വിഷയങ്ങൾ പറയണല്ലോ. ഇത് പറയുമ്പം മറ്റോൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്. ഓനത് പറയുന്നത് ലക്ഷങ്ങൾ ഓനിക്കാരോ കൊടുത്തതിന്റെ പേരിലാണ്. കാറ് കൊടുത്തിട്ടുണ്ട്, മറ്റേ കൊടുത്തിട്ടുണ്ട്, പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് അങ്ങനെ പ്രവർത്തിക്കുകയല്ല വേണ്ടത്. ഒരാളെ വ്യക്തിഹത്യ നടത്തുകയല്ല വേണ്ടത്. അതേപോലെ തന്നെ ദുരാരോപണം നടത്തിയിട്ട് ഇസ്ലാമിക ഗവൺമെന്റ് ഉള്ള പ്രദേശമാണെങ്കിൽ ഖദ്ഫിന്റെ ഹദ് വരെ കിട്ടുന്ന ആരോപണങ്ങൾ നടത്തിയിട്ടല്ല വിഷയങ്ങൾ പറയേണ്ടത്. ഇന്നതാണ് ഞങ്ങൾ പറയുന്നത്, മറുകക്ഷി പറയുന്നത് ഇതാണ്, അതിലുള്ള പാളിച്ച ഇതാണ്, അതിനിങ്ങനെ തന്നെ മനസ്സിലാക്കണം എന്നിങ്ങനെ നേർക്കുനേരെ സംസാരിക്കുന്നതിനല്ല അനൈക്യമെന്ന് പറയുന്നത്. എന്റെ സഹോദരങ്ങളെ, 1967 എന്താ സംഭവിച്ചത്? നാം പറഞ്ഞല്ലോ, അള്ളാന്റെ റസൂലിന്റെ കാലത്ത് എങ്ങനെയാണ് നബി തങ്ങൾ ഇബാദത്ത് പഠിപ്പിച്ചതെങ്കിൽ ആ ഇബാദത്ത് ഖിയാമത്ത് നാൾ വരേക്കും നിലനിൽക്കേണ്ടത് ആ ഒരു രൂപത്തിലാണ്. ഇത് നമ്മുടെ ഉസൂലാണ്, അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടതാണ്. ചിലപ്പോ ആധുനികമായി വരുന്ന ഉപകരണങ്ങൾ നമ്മൾ കൈകൊണ്ടെടുത്ത് ഭക്ഷണം കഴിക്കുമ്പോ അതിന് പകരമായിട്ടൊരു സ്പൂണ് കിട്ടിയാൽ അത് ഉപയോഗിക്കാമോ, ഉപയോഗിച്ചുകൂടെ, പറ്റുമെന്ന് മസല ഉണ്ടായെന്ന് വരാം. അതേപോലെ തന്നെ ഒരു കത്തി ഉപയോഗിക്കാൻ പറ്റും. അള്ളാന്റെ റസൂലിന്റെ കാലത്തില്ലാത്ത കത്തി, അള്ളാന്റെ റസൂലിന്റെ കാലത്തില്ലാത്തൊരു ഉപകരണം, അത് നമ്മുടെ ഉപയോഗത്തിന് ഉപയോഗിക്കാം എന്ന് ചിലപ്പോൾ വന്നെന്ന് വരാം. പക്ഷേ പുതുതായുണ്ടാകുന്ന ഉപകരണങ്ങളും പുതുതായുണ്ടാകുന്ന കാലത്തിനനുസരിച്ച് പുതുക്കപ്പെടുന്ന യന്ത്രങ്ങളും മറ്റും വെച്ചിട്ട് ഇബാദത്തുകളെ പരിഷ്കരിക്കുന്ന, ഇബാദത്തിനെ മോടികൂട്ടുന്ന ഒരു ദുഷിച്ച പ്രവർത്തനം 1967 സമസ്തയുടെ പേരിൽ സമസ്ത സമ്മതം കൊടുത്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ എന്ന് പറയുമ്പോഴാണ് രണ്ടാമത് ഈ മഹത്തായ സംഘടന മുറിയുന്നത്. അനൈക്യത്തിനെതിരിൽ വന്ന സംഘടന അനൈക്യത്തിന് വിത്തുവാകിയപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, എന്തൊരു വിഷമം പിടിച്ച അവസ്ഥയാണിത്. ഉലമാക്കൾക്ക് എതിരഭിപ്രായങ്ങൾ പല വിഷയങ്ങളിലും ഉണ്ടാവാം. ആ ഉലമാക്കൾക്ക് അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യാമായിരിക്കും. അള്ളാഹുവിന്റെ അടുക്കലെത്തുമ്പോൾ അതിന് ഹിസാബ് അവർ തന്നെ പറഞ്ഞോളൂല്ലോ.
അതല്ല ഇവിടെ പ്രശ്നം. ഒരു സംഘടനയുടെ പേരിൽ ഈ സമുദായത്തെ ഐക്യത്തോടുകൂടെ എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ നിന്നുപോന്നിരിക്കുന്ന വിശ്വാസപ്രകാരം ശാഫിഈ മദ്ഹബനുസരിച്ച് ജീവിക്കാൻ ഓരോ മനുഷ്യനും പറ്റുന്ന വിധത്തിൽ എങ്ങനെയായിരുന്നു ഐക്യസംഘത്തിന്റെ മുമ്പുള്ളതെങ്കിൽ അതുപോലെ എന്ന് ആഹ്വാനം ചെയ്ത ഒരു സംഘടന ഇബാദത്തുകളിൽ യന്ത്രങ്ങൾ ഉപയോഗിക്കാൻ അഥവാ ലൗഡ് സ്പീക്കർ ഇപ്പൊ അടുത്ത് നമ്മുടെ 45ാം വാർഷികത്തിന്റെ ഭാഗമായി കോഴിക്കോട് ഉച്ചഭാഷിണി എന്നുള്ള ആ ഒരു വിഷയം അവതരിപ്പിക്കുന്ന നോട്ടീസ് കണ്ടപ്പോ ഒരാളോട് ചോദിച്ച് സംസ്ഥാനക്കാർക്ക് മൈക്ക് പറ്റിക്കുന്നതാണ്, മൈക്കിനെ പറ്റിയത് പറയുന്നതും പറ്റിക്കുന്നല്ലാണ്ട് അത് പറ്റൂല എന്നുള്ള ഒരു വിവരമേ ജനങ്ങളെ മനസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോയി. എന്നിട്ട് അയാൾ പറഞ്ഞല്ലോ, ഒരു മദ്രസന്റെ സദർ മുഅല്ലിമ, അയാൾ പറയുന്നത് മൂപ്പരിതറിയല്ല, ഒരു സാധു മനുഷ്യനാണ്, അയാൾക്കിനെ പറ്റൊന്നും വിവരവും ഇല്ല, പഠിക്കേണ്ടതാണ് മറ്റൊന്ന്. അയാൾ പറയുന്നത് അല്ലെങ്കിൽ തന്നെ നമ്മളെ ഹുത്തുബ തിരിയുന്നില്ല എന്നൊരഭിപ്രായം ഉണ്ട് എല്ലാവർക്കും, ജനങ്ങൾക്ക് പൊതുവേ ഉണ്ട്, ഓല ഹുത്തുബ തിരിയൂല, അറബിയായോണ്ട്. പിന്നെ മൈക്കും കൂടിയില്ലേ, എന്ത് പറയാനാണ്? അയാളെടുത്ത് അതിനെപ്പറ്റി അത്ര വിവരം. ജനങ്ങൾക്ക് കേൾക്കാൻ നല്ല ഇതിന്റെ പേരാണ് ഈ പരിഷ്കരണം. പരിഷ്കരണം എന്ന് പറഞ്ഞാൽ ഓരോ കാലത്തിനനുസരിച്ച് മോടി കൂട്ടൽ, തസ്യീൻ, അത് ഭംഗിയാക്കല്. അത് ഇബാദത്തിൽ അത് പറ്റൂല. ഇബാദത്തിൽ പറ്റണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തില്ലാത്ത ഒരു രൂപം ശർഇൽ ഇബാദത്തിൽ കടത്തിക്കൂട്ടണമെങ്കിൽ ഇല്ലാ ബിദലീൽ, വ്യക്തമായ രേഖ അതിന് വേണം. അത് പറ്റുമെന്ന ഒരു രേഖയില്ലെങ്കിൽ ഇബാദത്തുകളിൽ മബ്നൽ ഇബാദാത്തി അലാ റിആയത്തിൽ ഇത്തിബാഅ്, അല്ലാഹുവിന്റെ റസൂലിനോട് തുടരലും ആ റസൂലുള്ളാഹി തങ്ങളോട് തുടർന്ന സ്വഹാബാക്കളിലൂടെ താബിഈങ്ങളിലൂടെ കൈമാറപ്പെട്ട ഇബാദത്തിന്റെ രൂപം എങ്ങനെയാണോ ആ രൂപത്തിൽ തന്നെ നിറവേറ്റണം എന്നെടുത്ത് വെച്ചുകൊണ്ട് ബാങ്ക്, അതേപോലെ തന്നെ ജുമുഅ ഖുതുബ, ഇതൊക്കെയും ലൗഡ് സ്പീക്കറിലൂടെ നടത്താമോ ഇല്ലയോ എന്ന ഒരു ചോദ്യം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലേക്ക് വന്നപ്പോ ആ ചോദ്യത്തിന് മുശാവറ കൂടിയിട്ട് തീരുമാനിച്ചു പോലും. എന്താ തീരുമാനം? അത് പറ്റുമെന്ന തീരുമാനം പത്രത്തിൽ കൊടുക്കാനും തീരുമാനിച്ചു എന്ന് വാസാക്കിന്ന. പത്രത്തിലും കൊടുക്കണം, ആളുകൾ അറിയണല്ലോ ഇത് പറ്റുമെന്ന് വാസാക്കി. ഇവിടെയാണ് സമസ്ത ഐക്യത്തെ തകർക്കുന്നത്. ഐക്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ സമസ്ത, അനൈക്യക്കാരെ തുരത്താൻ വേണ്ടി ഉണ്ടാക്കിയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഇത് ഞാൻ പറയുന്നതല്ല, അതുമായി ബന്ധപ്പെട്ട് അന്നുണ്ടായിരുന്ന ഹയാത്തുള്ള ആളുകൾ സമസ്ത ഉണ്ടാക്കുന്ന കാലത്ത് സ്ഥാപക മെമ്പറായിട്ട് ആ യോഗം നടക്കുന്ന സമയത്ത് മെമ്പർമാരുടെ കൂട്ടത്തിൽ ഹയാത്തുള്ളത് 3 ആളുകൾ മാത്രമാണ്. ബഹുമാനപ്പെട്ട വണ്ടൂരിലെ താജുൽ ഉലമാ സദഖത്തുള്ളോർ നവ്വറല്ലാഹു മർഖദ മഹാനവറുകൾ. നമ്മൾ ചിന്തിക്കണം, നേരത്തെ സൂഫി നരിക്കാട്ടേര് പറഞ്ഞു, അവരെ ഇവരെയൊന്നും പേര് നാദാവരത്ത് പറയണമെന്നില്ല, ഓറെന്ന് പറഞ്ഞാൽ മതി, ശരിയാണത്. ആ നില വെച്ചുകൊണ്ട് നാം ചിന്തിച്ചാൽ ശൈഖുനാ ഓറ് നാദാപുരത്ത് ദർസിൽ വെച്ച് ദർസ് നടത്തുമ്പോ ഏതെങ്കിലും ഒരാൾ വന്നിട്ട് എഴുന്നേറ്റ് നിന്ന് ഒരു പൂച്ചക്കുട്ടിക്ക് വിറക്കുന്നത് പോലെ, ഞാൻ ഗൗരവം കാണിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന് വിറച്ചുകൊണ്ട് ഒരു മൂലയിൽ നിന്ന് ഒരു മുത്തഅല്ലിമിനെ പോലെ കിതാബ് നെഞ്ഞത്ത് പിടിച്ചുകൊണ്ട് നിന്ന് ഒരേ ഒരു മഹാനർ നാദാപുരത്തെ പള്ളിയിൽ കയറി വന്നെങ്കിൽ അത് താജുൽ ഉലമാ വണ്ടൂരിലെ ബഹുമാനപ്പെട്ട സദഖത്തുള്ളവർ മാത്രമാണ്. ഒരു കയറി വരുമ്പോൾ മഹാനർ എഴുന്നേറ്റ് നിന്നൊരു മൂലക്ക് ചെന്ന് നിന്നു. ആ മഹാനായ താജുൽ ഉലമയാണ് സമസ്തയുടെ സ്ഥാപക മെമ്പർമാരിൽ ഒന്നുള്ളത്. മറ്റൊന്ന് മഹാനവറുകളുടെ ശരീക്കാകുന്ന കുഞ്ഞറമുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മറാഖിദഹും, മറ്റൊന്ന് ബഹുമാനപ്പെട്ട മൗലാനൽ മർഹൂം കണ്ണിയത്ത് മഹാനവറുകൾ. അല്ലാഹു മരണപ്പെട്ടുപോയ മഹാന്മാർക്കെല്ലാം ആഖിറം വെളിച്ചമാക്കി കൊടുക്കുമാറാവട്ടെ. മറ്റ് സ്ഥാപക മെമ്പർമാരില്ല. ആ പിന്നീടുള്ളവരൊക്കെ വന്നവരാണ് ബാക്കിയുള്ളവർ. എന്നിട്ട് ആ സമയത്ത് താജുൽ ഉലമ പങ്കെടുക്കാത്ത, കുഞ്ഞറമുട്ടി മുസ്ലിയാർ എന്ന മഹാനരുടെ ശരീക്ക് പങ്കെടുക്കാത്ത 14 ആളുകൾ മാത്രം പങ്കെടുത്ത, 14 എന്നല്ല, അല്ലെങ്കിൽ 14 സാധാരണ കേൾക്കാത്തവരുണ്ടാവുമല്ലോ, അത് കള്ളത്തരല്ലേ എന്ന് പറഞ്ഞുകൊണ്ടൊന്നും കൊണ്ട, അതുകൊണ്ട് നയിക്കണ്ടല്ലോ. 14 ആളുകളുടെ കൂട്ടത്തിൽ 3 ആൾ എതിർത്തു എന്നാ പറയുന്നത്. ഈ 11 ആളെയാണ് 39 ആള് പാസാക്കിയ സംഗതിക്ക് സദഖത്തുള്ള ഓറ് ഷാദായിട്ട് ഒറ്റ മനുഷ്യന്റെ അഭിപ്രായമാണ്
ലക്ഷങ്ങൾ മുടക്കിയിട്ടുള്ള സമ്മേളനത്തിൽ പറഞ്ഞതെങ്കിൽ ഇവർക്ക് അനൈക്യം ഉണ്ടാക്കരുത് എന്ന് പറയാൻ എന്തവകാശമാണ് എന്റെ സഹോദരന്മാരെ ഉള്ളത്? 39 ആള് യോഗത്ത് നിലനിന്നല്ല, സമസ്തയില് ഒഴിവ് നികത്തിയിട്ടെന്നെ 39 ആളുണ്ടോന്ന് രേഖ പരിശോധിക്കേണ്ടതാണ് എന്നാ ബന്ധപ്പെട്ട ആള് പറയുന്നത്. 14 ആളാ പങ്കെടുത്തത്, 11 ആള് എതിരാ. എന്നാ പിന്നെ ബാക്കി 40 അല്ല 39. ഇങ്ങനെ 11 ആള് പാസാക്കി. ഇതുകൊണ്ട് മസ്അലന്റെ ബശലിൽ പറയുന്നത് ഇതിനെ തുടർന്നിട്ട് വലിയ കോളിളക്കം തന്നെ സൃഷ്ടിച്ച്. എന്താ കോളിളക്കം സൃഷ്ടിച്ചത്? മഹാനായ താജുൽ ഉലമാ മഹാനർ ഇന്നത്തെ പോലെയല്ല. ഇന്നൊരാള് ഒരു സംഘടനയിൽ ചേർന്നാൽ ആ സംഘടന കൊണ്ട് അയാൾക്ക് വലുപ്പാണ്. ഇന്ന സംഘടനയുടെ ആളാ, മുസാവറ മെമ്പറാ, അല്ല ഇന്നയാളാ എന്ന് പറയുമ്പോൾ അയാൾക്ക് കൊണ്ടൊരു ബഹുമാനമുണ്ട്. സംഘടനക്ക് ഒരു സ്ഥിരത, ജനഹൃദയങ്ങളിൽ ഒരു സ്ഥാനം വന്നിട്ടുണ്ട്. നടാട ആദ്യമായി സംഘടന ഉണ്ടാക്കുമ്പോ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഇതിലേക്ക് വരണം, ഇതൊക്കെ അംഗീകരിക്കണമെന്ന് ബഹുമാനപ്പെട്ട താജുൽ ഉലമ എല്ലാ സ്ഥലത്തും ചെന്നിട്ട്, എല്ലാ മുക്കുമൂലകളിലും ചെന്നിട്ട് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് വളർത്തിയിരിക്കുന്ന സംഘടന. ഈ സംഘടന പടച്ച തമ്പുരാനെ ശർഇന് വിരുദ്ധമായ ഒരു പ്രവർത്തനം, ശാഫിഈ മദ്ഹബിന്റെ സംരക്ഷണത്തിന് പ്രത്യേകം ഉണ്ടാക്കപ്പെട്ട ഈ സംഘടന ശാഫിഈ മദ്ഹബിന് വിരുദ്ധമായ ഒരു മസ്അല ജനങ്ങളോട് പ്രഖ്യാപിച്ചു കളഞ്ഞല്ലോ, സംഘത്തിന്റെ തീരുമാനമായി മാറ്റിക്കളഞ്ഞല്ലോ എന്നതിലുള്ള വേദന എത്രത്തോളം ഉണ്ടാകും? പ്രസവിച്ച ഉമ്മാക്കല്ലേ മക്കളെ മുറിക്കുമ്പോഴുണ്ടാകുന്ന പ്രയാസമുണ്ടാകുന്നത്, മക്കള് മരിക്കുമ്പോഴുള്ള പ്രയാസമുണ്ടാകുന്നത്. തർക്കിക്കുന്ന നേരത്ത് മകനെ 2 കഷ്ണമാക്കിയിട്ടെടുത്തോ എന്ന് പറയുമ്പോൾ പ്രസവിക്കാത്ത തള്ള ആയിക്കോട്ടെ എന്ന് പറഞ്ഞാലും പ്രസവിച്ചു നൊന്തുപെറ്റ മുലയൂട്ടി വളർത്തിയ ആ ഒരു അരുത്, എനിക്ക് കുട്ടിയെ കിട്ടിയിട്ടില്ലെങ്കിലും എന്റെ കുട്ടിയെ മുറിക്കരുതെന്ന് പറയുന്നത് പോലെ ഈ മഹത്തായ സംഘടനയ്ക്ക് വിള്ളൽ വന്നപ്പോൾ, അനൈക്യം വന്നപ്പോൾ ഇത് മഹാനർ വല്ലാത്ത വിഷമമുണ്ടാക്കി. അന്ന് താജുൽ ഉലമ എന്ന മഹാനർ അതിന്റെ പ്രസിഡന്റാണ്. ആ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന മഹാനവറുകൾ വല്ലാത്ത വിഷമം. ഞാൻ അതിന്റെ ചരിത്രം തീർത്തു പറയല്ല, എന്നാലും പറയണല്ലോ. മൂപ്പറും അംഗീകരിച്ചിട്ടുണ്ട് എന്നും പ്രചരണം നടക്കുന്നുണ്ട്. താജുൽ ഉലമയെ അംഗീകരിച്ചിട്ടുണ്ട് തീരുമാനം. അത് അംഗീകരിച്ചെന്നാ വളച്ചുകെട്ടില്ലാതെ പറഞ്ഞാല് നിങ്ങൾ തീരുമാനിച്ചു എന്നുള്ള കാര്യം ഞാനും അറിഞ്ഞെന്നാ ചുരുക്കം. അത് മൂപ്പർ പറയണ്ടല്ലോ, എല്ലാവരും അറിയുന്നല്ലേ. എന്റെ തീരുമാനം അതിനെതിരാണ്, എന്റെ തീരുമാനം അതിനെതിരാണ്. ഞാനത് അംഗീകരിക്കും. നിങ്ങളങ്ങനെ കഴിഞ്ഞ യോഗത്തിൽ പാസ്സാക്കിയിട്ടുണ്ട്, ആളെയൊന്നും അറിയിക്കാതെ പാസ്സാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ സമ്മതിക്കുന്നു. അതൊരു വലിയ സംഗതിയൊന്നുമല്ല. അത് താൽക്കാലികമായിട്ട് മഹാനവറുകൾക്ക് അല്ലാഹു തആല കൊടുത്ത ചതിക്കുഴികളിൽ വെച്ച് രക്ഷപ്പെടാനുള്ള മഹത്തായ തഅയീദ് കൊണ്ട് അല്ലാഹു തആല മഹാനവറുകളെ ശക്തിപ്പെടുത്തിയപ്പോ അതിനാലുണ്ടായി തീർന്ന ഒരെഴുത്തൂത്തും ഒപ്പല്ല. 2 ഭാഗത്തും വരച്ചിരുന്ന ഒപ്പറിയുന്നയാൾ തന്നെ എന്താ എന്തെങ്കിലും ആയിട്ട് 2 ഒപ്പുണ്ടല്ലോ, ഒന്നല്ല 2 ഉണ്ടല്ലോ. ഞാനത് ഒപ്പിട്ടതല്ല, 2 ചിത്രം വരച്ചതാണെന്ന്. 2 പൂ വരച്ച് ഞാനങ്ങ് കൊടുത്തുന്ന. മഹാന്റെ ഹയാത്ത് കാലത്ത് തന്നെ ഈ ഒരു കളവ് പ്രചരിപ്പിച്ചപ്പോ മഹാനത് തന്നെ നുസ്റത്തുൽ അനാമിൽ ഏതാണ്ട് അതിന്റെ അവസാന ലക്കത്തിലെന്ന് തോന്നുന്നു, കൃത്യമായിട്ട് ഓർമ്മയില്ല. മഹാന്റെ അവസാന യാമങ്ങളിൽ, അവസാന സമയത്ത് ഈ ഒരു അപവാദത്തിന് മറുപടി പറഞ്ഞുകൊണ്ടാണ് മഹാനർ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നത്. അതിനുശേഷമാണ് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘം ഇവിടെ ഉത്ഭവിക്കുന്നത്. പഴയകാലത്ത് മുസ്ലിമീങ്ങൾ ജീവിച്ചിരുന്ന മാർഗത്തെ ബിദ്അത്തുകാർ തുരങ്കം വെച്ചപ്പോ അതിനെതിരിൽ വന്ന സമസ്തയും അനൈക്യത്തിന് വേണ്ടി കോപ്പുകൂട്ടിയപ്പോ പരിശുദ്ധ ഇസ്ലാമിന്റെ മഹത്തായ ആരാധനകളിലും ഇബാദത്തുകളിലും പരിഷ്കരണം നടത്തിയിട്ട് ആ ഇബാദത്തിനെ മലീമസമാക്കി ഇതുവരെ കാണിച്ചു വന്നവരുടെ ഇബാദത്തും ഇനിയുള്ള ആളുകളുടെ ഇബാദത്തും പരലോകത്ത് വെച്ച് തൂക്കുമ്പോ യാതൊരു കളങ്കവുമില്ലാത്ത ഇബാദത്ത് കൊണ്ട് മുൻഗാമികൾ അല്ലാഹുവിന്റെ തിരുഹദ്റത്തിൽ വെച്ച് കൂലി വാങ്ങുമ്പോൾ, അല്ലാഹുവിന്റെ പൊരുത്തം വാങ്ങുമ്പോ ഇനിയുള്ള ജനങ്ങൾ അവരുമായി വിട്ടുപിരിഞ്ഞു പോകുമല്ലോ, അവരുമായി അനൈക്യപ്പെട്ടു പോകുമല്ലോ, അവർ തമ്മിലൊരു വേർപാട് പറ്റുമല്ലോ എന്ന ആ ഒരു വലിയ സംഗതികളിലുള്ള മഹത്തായ വലിയ ബേജാറ്, അടങ്ങാത്ത ബേജാറ്, വിഷമം. ആ വിഷമത്തിന്റെ പേരിൽ മഹാനർ മാസങ്ങളോളം ചിന്തിച്ചു എന്തായാലും ചെയ്യേണ്ടത്. ഇനി ഇതിനെതിരുള്ളൊരു സംഘടന ഉണ്ടാക്കിയാൽ എന്താ സ്ഥിതി, ഇനി ഉണ്ടാക്കാതിരുന്നാൽ എന്താണ് സ്ഥിതി?
മാസങ്ങളോളം കാത്തുനിന്നുകൊണ്ട്, നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടല്ലോ, ബഹുമാനപ്പെട്ട കക്കിടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന വലിയ സൂഫിവര്യരായ ആളുകൾ, നമ്മുടെ സയ്യിദ് അവറുകളുടെ കുടുംബത്തിൽപ്പെട്ട വലിയ വലിയ സാദാത്തുക്കൾ എന്ന് തന്നെയല്ല, എത്രയെത്രയോ തലയെടുപ്പുള്ള മഹാന്മാർ, അവരെ നിരന്തരം ബന്ധപ്പെട്ട് ഒരു സംഘടനക്ക് നിങ്ങൾ നേതൃത്വം കൊടുക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ ബഹുമാനപ്പെട്ട താജുൽ ഉലമാ വണ്ടൂരിലെ ഓരുടെ നേതൃത്വത്തിൽ ഒരു ജനറൽ സെക്രട്ടറിയായി ബഹുമാനപ്പെട്ട താഴക്കോട് കുഞ്ഞരവി മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ ബഹുമാനപ്പെട്ട കീഴനോർ എങ്ങനെയാണ് അക്കാലത്ത്, അതുപോലത്തെ മഹാനർ അതിന്റെ പ്രസിഡന്റായി, നമ്മുടെ പള്ളിയിലെ ബഹുമാനപ്പെട്ട ഒരു വൈസ് പ്രസിഡന്റായിട്ടുണ്ടാക്കിയ സംഘടനയാണ് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന അനുഗ്രഹീതമായ 45 വയസ്സായ സംഘടന. അല്ലാഹു ഈ സംഘത്തെ ഖിയാമത്ത് നാൾ വരെ പോറലില്ലാതെ നിലനിർത്തുമാറാവട്ടെ. ഹക്ക് നമുക്ക് പറഞ്ഞു തരാനും ജനങ്ങളെ നയിക്കാനും അതിന്റെ മഹാന്മാരായ നേതാക്കൾക്ക് ദീർഘായുസും ആഫിയത്തും തൗഫീഖും ഹിമ്മത്തും റബ്ബേ നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നമുക്ക് അഭിമാനിക്കാം, നാദാപുരക്കാർക്ക് അഭിമാനിക്കാം. ഇപ്പം പറഞ്ഞല്ല, ജാമിയ ഫലാഹി എന്ന് പറയുമ്പോൾ തങ്ങൾ പറഞ്ഞു ഓറ് മുൻകൈയെടുത്തിട്ട് അങ്ങനെ ഒരു സ്ഥാപനം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഓറ് സ്ഥാപിച്ചെടുത്ത സ്ഥാപനം നമുക്കതിൽ അഭിമാനമില്ലേ? നമ്മുടെ മഹാനവറുകൾ ഏതെങ്കിലും ഒരു സംഘടനയിൽ ഔദ്യോഗികമായി സാങ്കേതികമായി മെമ്പറായെങ്കിൽ, അതിന്റെ അധ്യക്ഷനായെങ്കിൽ, അവരുടെ അധ്യക്ഷ പദവിയിൽ ഇരിക്കെ തന്നെ വഫാത്തായെങ്കിൽ അത് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ മാത്രം. മറ്റൊരു സംഘത്തിലും ഔദ്യോഗികമായിട്ടൊരു മെമ്പറല്ല. വൈസ് പ്രസിഡന്റായി, പിന്നീട് പ്രസിഡന്റായി, മരിക്കുന്നത് വരേക്കും വഫാത്താകുന്നത് വരേക്കും ഓരുടെ വീട്ടിൽ വെച്ച് പോലും തളർന്ന നേരത്ത് മുശാവറകൾ നടത്തിയിട്ട് അങ്ങനെ നമുക്ക് ഓരുടെ അനുഗ്രഹീതമായ നേതൃത്വം വഫാത്ത് വരെ കിട്ടിയിരിക്കുന്ന അനുഗ്രഹീത സംഘം. അപ്പൊ ഈ സംഘത്തിന്റെ അടിസ്ഥാനപരമായ ഉദ്ദേശം പഴയകാല വിശ്വാസം സമൂഹത്തിൽ നിലനിർത്തണം, പഴയകാല ആചാരങ്ങൾ സമൂഹത്തിൽ നിലനിർത്തണം. എന്തെല്ലാം സംഗതികൾ ഖബർ സിയാറത്ത് ചെയ്തവരല്ലേ നാട്ടിലുള്ളവർ? അതുപോലെ തന്നെ യാത്ര പോകുമ്പോ നമ്മളെ നാദാപുരത്തെ പള്ളിയിൽ എന്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞാൻ കാണലുണ്ട്, രാവിലെ സുബൈക്ക് നാദാപുരം പള്ളി കൂടിയ പോയിട്ട് ഇവിടുന്ന് സുബൈ നിസ്കരിച്ച് ബോംബെ ബസ് കയറലാണ്. അന്നുണ്ടായിരുന്ന ഖാദിയാർ മസാറിന്റെ അടുത്ത് മക്കാമിന്റെ അടുത്ത് ഇനി സിയാറത്ത് ചെയ്യും. ചെറുപ്രായം മുതലേ പണ്ടേ നടന്നു വരുന്ന സിയാറത്തുകൾ, മൗലൂദുകൾ, റാത്തീബുകള്, സയ്യിദന മുഹമ്മദ് എന്ന് ആളുകൾ ചെല്ലുമ്പോൾ സയ്യിദന കൂട്ടിപ്പോയി, ഇനി നിങ്ങളെ അത്തഹയ്യാത്തിൽ കഴിഞ്ഞ അത്തഹയ്യാത്തുന്ന സയ്യിദിന അത് മയച്ചു കളയാൻ സാധിക്കുമെങ്കിൽ അത് നിങ്ങൾ ചെയ്യണം എന്ന് പോലും സമൂഹത്തെ ദുർബോധനം നടത്തി ആകെ മലീമസമായി, ആകെ വിശ്വാസത്തിന്റെ പേരിലും കർമ്മത്തിന്റെ പേരിലും പരിശുദ്ധ ദീനിനെ വികലമാക്കിയിട്ട് ഒരു സംസ്കരിച്ച കുളിപ്പിച്ചു കുഞ്ഞനില്ലാതായിപ്പോയി എന്ന് പറഞ്ഞതുപോലെ ശുദ്ധീകരിക്കുക എന്ന വ്യാജേന ആകെ തകരാറായി ഒന്നുമില്ലാത്ത ഒരു ദീനന, വികലമായ ഒരു ദീനന ഈ സമൂഹത്തിന് സമർപ്പിക്കുകയാണ്. ഒന്നാമതായി വിദഗ്ധക്കാരും, രണ്ടാമതായി അവർക്കെതിരിൽ സംഘടിച്ചവരും. അറിഞ്ഞോ അറിയാതെയോ അറിഞ്ഞുകൊണ്ട് അതൊന്നും പറയാനുള്ള വക എന്റെ അടുത്തില്ലെങ്കിലും സംഗതി സംഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് പറ്റൂല എന്ന് പറയാനുള്ള ഒരു സംഘമായിട്ട് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ വന്നപ്പോ ആ സംഘടനയുള്ള നിഷ്പക്ഷത നമ്മൾ ആലോചിക്കണം. ഒന്നാമത്തെ മുശാവറയിൽ തന്നെയാണെന്നാണ് തോന്നുന്നത്. ആ മുശാവറയുടെ തീരുമാനങ്ങളിലുണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുമായി അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ, മൗലിക വിഷയങ്ങളിൽ സഹകരിച്ച് പ്രവർത്തിക്കാനും ഈ സംഘം തീരുമാനിച്ചു. സമസ്തയിൽ വെച്ച് രാജിവെച്ച് മഹാനവറുകൾ പോന്ന് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കിയിട്ട് പിന്നെ പറയുന്നത് സമസ്തയുമായി മൗലിക വിഷയങ്ങളിൽ എന്ന് പറഞ്ഞാല് ശാഖാപരമായ വിഷയങ്ങളിൽ എതിർപ്പുണ്ടെങ്കിലും നമ്മളൊക്കെ സുന്നികളാണ് അഖീദ കൊണ്ട്. അതുകൊണ്ട് അത്തരം വിഷയങ്ങളിൽ അവരോടും യോജിച്ചുകൊണ്ട് തന്നെയാണ് ഈ സംഘം പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് തീരുമാനിക്കുന്ന ഉലമാഇന്റെ മനസ്സിന്റെ പരിശുദ്ധി. അവർക്ക് അനൈക്യം ഉദ്ദേശമില്ല, ഹക്ക് നിലനിൽക്കണം. എന്തുകൊണ്ട്? സുന്നികൾക്ക്
ബഹുഭൂരിപക്ഷം വരുന്ന ഈ കേരള മുസ്ലിമീങ്ങൾക്ക് നിങ്ങളുടെ ഇച്ഛക്കൊപ്പിച്ചുള്ള തൗഹീദ് വിഭജനത്തിലൂടെയും അതിന്റെ പരിഷ്കരണത്തിലൂടെയും ഇവിടെ സംഭവിച്ചത് എന്ന് ഒന്നറിയൽ. കണ്ടാ തിരിയാത്തതിന് കൊണ്ടാ തിരിയുന്ന സാധാരണക്കാർ പറയുന്ന വെറുതല്ല. ഇവിടെയും മനസ്സിലാക്കേണ്ടത് ഐക്യത്തിന് വേണ്ടി പരിശ്രമിച്ചവർ പിന്നെയും അനൈക്യമായി 3 ഗ്രൂപ്പായി. ബിദ്അത്ത് പ്രചരിപ്പിക്കുന്നതിൽ 100% അവർ ശ്രദ്ധാലുക്കളാണ്. എന്നാലും ഭിന്നിച്ചല്ലോ. ആ ഭിന്നിപ്പിന്റെ പേരിലും ഇവിടെ പിന്നെയും ഭിന്നിപ്പുണ്ടാകുന്നുണ്ട്. ഇനി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയോ, ഞാനത് ആക്ഷേപിക്കുന്നു കുറ്റപ്പെടുത്തുന്നൊന്നല്ല. ബഹുമാനപ്പെട്ട താജുൽ ഉലമയിൽ വെച്ച് രാജിവെച്ച് പോന്ന് പെറ്റുമ്മ രാജിവെച്ച് പോന്നിട്ട് മഹാനർ എങ്ങനെയാണ് രാജിവെച്ചത് എന്നറിയോ? എന്റെ സാധാരണക്കാരൊന്ന് കേൾക്കല് നല്ലതാണ്. അനുഭവസ്ഥരായ ആളുകൾ, ഈ അടുത്ത് മരണപ്പെട്ട് ബഹുമാനപ്പെട്ട വണ്ടൂരിലെ പ്രിൻസിപ്പളായിരുന്ന, അവിടുത്തെ ഖാദിയായിരുന്ന ബഹുമാനപ്പെട്ട മൗലാന അലവി ഉസ്താദ് അവറുകൾ, അല്ലാഹു അവരുടെ ആഖിറ ജീവിതം സ്വർഗമാക്കി കൊടുക്കുമാറാവട്ടെ, ധന്യമാക്കി കൊടുക്കുമാറാവട്ടെ. ശൈഖുന ബഹുമാനപ്പെട്ട താജുൽ ഉലമയോടൊപ്പം ശംസുൽ ഉലമയോടൊപ്പം അല്ലാഹു അവരുടെ ബർസഖിയായ ജീവിതം, പരലോക ജീവിതത്തെ അല്ലാഹു കൂട്ടിക്കൊടുക്കുമാറാവട്ടെ. ആമീൻ. മഹാനരൊക്കെയാണ് അന്ന് താജുൽ ഉലമയുടെ ശിഷ്യർ. ആ ശിഷ്യരായ ഇവരൊക്കെ എന്ത് കാര്യം ചെയ്യുമ്പോഴും ബഹുമാനപ്പെട്ടവര് മുശാവറ ചെയ്യുമല്ലോ. എന്താ ഞാനിപ്പം ചെയ്യേണ്ടത്? ഞാൻ സമസ്തയെന്ന് രാജിവെക്കണോ? അല്ല വെക്കട്ടെ, എന്താ ചെയ്യേണ്ടത്? ഇങ്ങനൊരു പ്രശ്നമുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞോലോ, പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചാൽ മതി, അടിസ്ഥാനം മെമ്പർ സ്ഥാനം അവിടെ തന്നെ നിൽക്കട്ടെ, മെമ്പർ സ്ഥാനം അവിടെ തന്നെ നിന്നോട്ടെ, പ്രസിഡന്റ് സ്ഥാനത്തിന് രാജിവെച്ചാൽ മതി. മൂപ്പർ ചോദിച്ചത്, ആ സമയത്തോട് ചോദിച്ചത് എന്താ? പ്രസിഡന്റ് പദവി പോയാല് അല്ലെങ്കിൽ മെമ്പർ സ്ഥാനം അവിടെ ബാക്കി വെച്ചാൽ ഇന്നതും എല്ലാം കിട്ടും, അതുകൊണ്ട് അത് തന്നെയാ നല്ലത് എന്ന് മൂളുകയല്ല മഹാൻ ചെയ്യുന്നത്. മഹാൻ ചോദിച്ചോലോ, ഞാൻ പരലോകത്തെത്തുമ്പോ, അള്ളാന്റെ ഹദ്റത്തിലെത്തുമ്പോ, റബ്ബിന്റെ മുമ്പിലെത്തുമ്പോ എന്നെ വെച്ചുകൊണ്ട് ഞാൻ നിനക്ക് നൽകിയ പരിശുദ്ധമായ ഇൽമു നിനക്കറിയാം, ആ അറിഞ്ഞിട്ടും പറ്റില്ലെന്ന് തോന്നുന്ന, എന്റെ വിധി മറിച്ചാണെന്ന് തോന്നുന്ന ഒരു നിയമം ആ സംഘം പാസാക്കിയിട്ട് നീ എങ്ങനെ അവരോട് ഒട്ടിനിന്നു എന്ന് റബ്ബനോട് ചോദിച്ചാൽ നിങ്ങൾ പടച്ചോനോട് മറുപടി പറയുമോ എന്ന് ചോദിക്കുമ്പോൾ അറിഞ്ഞൂടെ, ഇത് ആഖിറത്തിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ്, ദുനിയാവിന് വേണ്ടിയല്ല. ഞാൻ പോന്നാ പിന്നെ എനിക്ക് അവിടുന്ന് ഇത് കിട്ടുമോ ഇവിടുന്ന് ഇത് കിട്ടുമോ എന്നല്ല, റബ്ബിന്റെ മുമ്പിൽ വെച്ച് ആര് മറുപടി പറയൂ എന്ന് ചോദിച്ചിട്ടാണ് മഹാനർ രാജിക്കത്തെഴുതുന്ന. രാജിക്കത്തെഴുതുന്നതിനിടയിൽ ബാഫക്ക് തങ്ങളൊക്കെ ബന്ധപ്പെട്ട്, കാരണം അവർക്കൊക്കെ അറിയാം ഇത് വലിയ ഒരു മഹാനരാണ്, വലിയ ബുദ്ധിമാനാണ്, വലിയ വിജ്ഞനാണ്, എല്ലാ വിവരങ്ങളും സമ്മേളിച്ചിരിക്കുന്ന മഹാനരാണ്. ഈ മഹാൻ സമസ്തയെ തന്നെ വേണമെന്ന് സമുദായ ബോധമുള്ള, അനൈക്യം ആഗ്രഹിക്കാത്ത ബഹുമാനപ്പെട്ട ബാഫക്ക് തങ്ങളൊക്കെ ചിന്തിക്കുമല്ലോ. മഹാനരൊരിക്കൽ പറഞ്ഞോലോ, നിങ്ങൾ സമസ്തയെ തന്നെ നിൽക്കണം. രാജിവെച്ചതിന്റെ ശേഷമൊന്നും കൃത്യമായ ഓർമ്മയില്ല, ഏതായാലും അതിനോട് അടുത്ത സമയത്താണ്. സമസ്തയിൽ വെച്ച് നിങ്ങൾ രാജിവെച്ച് പോന്നാൽ അത് പറ്റൂല. മഹാൻ പറഞ്ഞോലോ, ഒന്നുമല്ല, ഇനി നിന്നൂടാ. ആ സമയത്ത് അവസാനം താക്കീതായിട്ട് തങ്ങൾ പറഞ്ഞത്, നിങ്ങളുടെ സമസ്തയിൽ വെച്ച് രാജിവെച്ചാൽ നിങ്ങൾ ഒറ്റപ്പെടും, ഒറ്റക്കായി പോവും, ആരും നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ ഈമാനിക ആവേശം, ആഖിറവുമായിട്ടുള്ള ചിന്ത, അല്ലാഹുവുമായിട്ടുള്ള ചിന്ത വെളിപ്പെടുന്നത് അവിടെ വെച്ചാണ്. മഹാൻ പറഞ്ഞത്, ഞാൻ ഒറ്റക്കായി പോകും അല്ലേ, എന്റെ ഉമ്മ പ്രസവിച്ചത് ഒറ്റക്കാണ്, മരിച്ചിട്ട് എന്നെ ഖബറിലേക്ക് കൊണ്ടുപോകുന്നതും ഒറ്റക്കാണ്, എന്റെ ഖബറിൽ ഞാൻ താമസിക്കുന്നതും ഒറ്റക്കാണ്. അതിനിടക്കുള്ള ഇടത്താവളമായ ഒരു വെയിറ്റിംഗ് ഷെഡായ ഈ ദുന്യാവിൽ ഞാൻ ഒറ്റപ്പാക്കായി പോകുന്നതിൽ എനിക്ക് ലവലേശം പ്രയാസമില്ല തങ്ങളെ എന്ന് തങ്ങളോട് പറഞ്ഞെങ്കിൽ ഇതിലപ്പുറം വേണോ? സ്ഥാപക മെമ്പർമാരുടെ സിദ്ഖും അവരുടെ ആഖിറ ബോധവും ചിന്തിക്കാൻ എന്റെ സഹോദരങ്ങളെ. അവസാനം രാജിക്കത്ത് എഴുതി കൊടുക്കുമ്പോ എഴുതുന്ന നേരത്ത് ഞാൻ ഈ സംഘത്തിൽ വെച്ച് രാജിവെച്ചു എന്ന ആ വാക്കുകൾ എഴുതുമ്പോ കരഞ്ഞ് 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 കണ്ണുനീരൊഴുക്കി പടച്ചവനെ മഹാൻ ചിന്തിച്ചിരിക്കാം. എത്ര ബുദ്ധിമുട്ടിയിട്ട് വളർത്തിയ സംഘമാണ്, ആ സംഘം ഇങ്ങനെ ആയിപ്പോയല്ലോ പടച്ചവനെ എന്ന വേദന കൊണ്ട് കരഞ്ഞു കരഞ്ഞുകൊണ്ടാണ് മഹാനവറുകൾ രാജിക്കത്ത് എഴുതി കൊടുത്തത് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അലവി ഉസ്താദിനെ പോലത്തെ മഹാന്മാർ, എങ്കയെ പോലത്തെ മഹാന്മാരൊക്കെ പറയാറുണ്ട് എന്ന് അവരിൽ വെച്ച് കേട്ടവർ നമുക്ക് പഠിപ്പിക്കാറുണ്ട്, നമുക്ക് പറഞ്ഞു തരാറുണ്ട്.
ആ സംഘം എന്റെ പ്രിയപ്പെട്ടവരെ 45 കൊല്ലമായിട്ട് വരുന്ന അനൈക്യം പാടില്ല. എന്തുകൊണ്ട്? സുന്നികൾക്കിടയിൽ വിശ്വാസപരമായ കാര്യത്തിൽ ഐക്യമുണ്ട്. വിശ്വാസം നമ്മൾ സമസ്ഥാനക്കാരുടെ വിശ്വാസവും അതുപോലെ തന്നെ സമസ്തക്കാരുടെ വിശ്വാസവും മറ്റു സുന്നികളുടെ പേരിൽ പ്രവർത്തിക്കുന്ന സംഘത്തിലുള്ളവരും അല്ലാത്തവരൊക്കെ വിശ്വസിക്കുന്നത് ഒരു വിശ്വാസം തന്നെയാണല്ലോ. ബിദ്അത്തുകാർ വിശ്വാസപരമായിട്ട് തന്നെ പുറത്താണ്, ആദർശപരമായിട്ട് അവർ പുറത്താണ്. വിശ്വാസമുണ്ടെങ്കിലും ആ വിശ്വാസത്തിന് പ്രകാശമില്ലാത്ത, കെട്ടുപോകാൻ സാധ്യതയുടെ അള്ളാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവസാനം സക്കറാത്തിന്റെ നേരത്ത് സമ്പൂർണ്ണ ഈമാൻ തന്ന് നമ്മയും നമ്മുടെ ഇഷ്ടക്കാരെയും സുഹൃത്തുക്കളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല മരിപ്പിച്ചു തരുമാറാവട്ടെ. ആമീൻ. ആ സംഘം 2 ഗ്രൂപ്പായിട്ടാണ്. ഗ്രൂപ്പിന്റെ പേരും കാര്യമൊന്നും പറയണ്ട, എന്തായാലും എല്ലാവർക്കും അറിയാലോ. പേര് പറഞ്ഞാലും ഇല്ലെങ്കിലല്ലോ. ബഹുമാനപ്പെട്ട താജുൽ ഉലമന്റെ ഒരു ലേഖനത്തിലുണ്ട്. അത് വെള്ളിയാഴ്ച രാവുന്നോ ബുധനാഴ്ച രാവുന്നോ പേര് വിളിച്ചാലും തർക്കമില്ല, സംഗതി എല്ലാം ഒന്നില്ല. ഇതിനെപ്പറ്റിയല്ല വേറെ വിദഗ്ധക്കാരുടെ ചില സംഗതികളൊക്കെ പറയുമ്പോ എന്ത് പേര് വിളിച്ചാലും തർക്കമില്ല. ആ പേരിലുള്ളവരും ഇന്ന് നടത്തുന്നത് എന്താ? അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഖദ്ഫ് വരെ പറയുന്നുണ്ട്. കളവ് തന്നെ കളവാന്ന് വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടുന്നത് കേൾക്കുമ്പോ നമുക്ക് മനസ്സിലാക്കാലോ മറ്റുള്ളവർ കൊണ്ട് പറയുന്നു ഇങ്ങനെ തന്നെയായിരിക്കും. അതിവര് ചിന്തിക്കലില്ല. അതൊരുത്തം മനസ്സിലാക്കേണ്ടതായി. എന്നെ കൊണ്ടൊരു കളവൊരാൾ പറഞ്ഞല്ലേ, എനിക്ക് സത്യമല്ല എന്ന് ബോധ്യപ്പെടുന്ന ഒരു സംഗതി എന്നോട് അതിന്റെ എതിരൊരാൾ പറഞ്ഞാൽ ഞാൻ അയാൾ അളക്കുമല്ലോ, ഇവന്റെ വാക്കൊക്കെ ഇങ്ങനെയായിരിക്കും. ആ പ്രകാരം നാദാപുരത്ത് വന്നിട്ട് പോലും എല്ലാവർക്കും കളവാന്ന് തോന്നുന്ന സംഗതികൾ വരെ യാതൊരു വിധ ഹയാവുമില്ലാതെ പറഞ്ഞ് ഈ സമുദായത്തിൽ പിന്നെയും പിന്നെയും നിങ്ങൾ ഭിന്നതയുണ്ടാക്കരുതേ, സമുദായം മുറിച്ചു കളയരുത്, അനൈക്യമുണ്ടാക്കരുത്. നിങ്ങൾ ആശയം പറയുമ്പോ മാനമായിട്ട് നിങ്ങൾക്ക് ആശയം പറയാം. മൈക്ക് പറ്റൂന്നാണെങ്കിൽ പറ്റൂന്നുള്ള എന്റെ തെളിവ് അറിയാം. അതിനെന്താ കുഴപ്പം? ശറഈയായ നിലക്ക് ഇന്ന കിതാബ് അനുസരിച്ച് ഇന്ന ഇമാമ് പറഞ്ഞ അനുസരിച്ച് പറ്റും. ഇതിന് നിങ്ങളുടെ വകയിൽ എന്താ നിങ്ങൾക്ക് കൊണ്ടുവരുവാനുള്ളതെന്ന് അങ്ങനെയൊക്കെ പറയാലോ. അതല്ല, എന്താ പറ്റാണ്ട് എന്ന് ചോദിച്ചിട്ട് അതിനെതിരിലെ അനാവശ്യമായ അസഭ്യങ്ങൾ, ഗീബത്തുകൾ, നമീമത്തുകൾ, അതുപോലെ തന്നെ അള്ളാന്റെ റസൂല് മുതല് നിങ്ങൾ സൂക്ഷിക്കണം, അഭിമാനം നിങ്ങൾ സൂക്ഷിക്കണം. ഒരാളെ അഭിമാനവും നിങ്ങൾ പിച്ചു ചീന്തരുത്. അഭിമാനം പിച്ചു ചീന്തുന്നത് ജാഹിലിയത്തിന്റെ സ്വഭാവമാണ്. ഞാൻ എന്റെ കാലിനടിയിൽ അത് കുടിച്ചിട്ടിരിക്കുന്നു എന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞ ആ അഭിമാനം ഹത്ക്ക് ചെയ്യൽ, ഒരാളുടെ മാനം പറിച്ചു ചീന്തൽ, അത് നഷ്ടപ്പെടുത്തൽ, ഇതൊക്കെയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അനൈക്യം, പരിഷ്കാരം അനൈക്യത്തിന്റെ പേരിലാവരുത്. വിശ്വാസത്തിലും കർമ്മത്തിലും മറ്റൊക്കെ നിങ്ങളെ പരിഷ്കാരം കൊണ്ടുവന്നാല് അനൈക്യേ വരൂ. വേണമെങ്കിൽ പഴയ വീട് പൊളിച്ചിട്ട് പുതിയ വീട് പരിഷ്കരിച്ചെടുത്തോളി, അനൈക്യം വരാത്ത യാതിയിൽ. വേറെ റോഡ് വേണമെങ്കിൽ എന്ത് റോഡ് വേണമെങ്കിലും എടുത്തു, അതെല്ലാം ഉദ്ദേശിച്ചതായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അനൈക്യം ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു പരിഷ്കരണവും ഇത് ശൈഖുനാ ഓറുടെ താവയും ഇതാണ്. പരിശുദ്ധമായ ശാഫിഈ മദ്ഹബിന്റെ നിയമവും ഏതാണ്ട് മസ്അലകളിൽ നമുക്ക് കാണാം. സാധാരണ നമ്മുടെ നാടുകളിലൊക്കെയുള്ള പള്ളികൾ ഒരു പ്രത്യേക കുടുംബത്തിന്റെ പള്ളിയോ ഒരു നിസ്കാരം കഴിഞ്ഞാൽ അടച്ചിടുന്ന പള്ളിയോ ഒന്നുമല്ല, തുറന്നിടുന്ന പള്ളി തന്നെയാണ്. ടൗണിലുള്ള പള്ളി ഇവിടെ നാദാരം പുത്തമ്പള്ളി എന്ന് മനസ്സിലാക്കിക്കൊള്ളി, അല്ലെ നാദാപുരത്തെ പള്ളി. അത്തരം പള്ളികൾ മത്റൂക്കായ പള്ളികൾ എന്നാണ് അതിന് സാങ്കേതികമായിട്ട് പറയാറുള്ളത്. ആ പള്ളിയിൽ 1 മണിക്കാണ് ളുഹ്ർ നിസ്കാരം അധികാരികൾ നിശ്ചയിച്ചതെങ്കിൽ അതിന്റെ മുമ്പ് പ്രവേശിക്കുന്നവർക്ക് അവിടെ ജമാഅത്ത് നടത്താം, സമ്മതമില്ലാതെ നടത്താം. ജമാഅത്ത് അവിടെ നടക്കുമ്പോഴും പറ്റും, ജമാഅത്തിന്റെ ശേഷവും പറ്റും. അതിന് അവിടുത്തെ അധികാരികളെ സമ്മതം അവിടെ നോക്കേണ്ടതില്ല. അതേ സ്ഥാനത്ത് ഒരു കുടുംബത്തിന്റെ പ്രത്യേകം പള്ളിയാണ്, വേറെ സമയത്തൊന്നും തുറക്കാനുള്ള ഗൈറു മത്റൂക്കാണെങ്കിൽ ജമാഅത്ത് നടത്തൽ ഇതിന്റെ നേരെ നിയമം മാറും. ഇങ്ങനെ ജമാഅത്ത് നടത്താൻ പറ്റുന്ന മത്റൂക്കായ പള്ളിയിൽ തന്നെ ബഹുമാനപ്പെട്ട ഇബ്നു സിയാദ് റളിയല്ലാഹു തആല അൻഹു തങ്ങളവറുകൾ, നമ്മുടെ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ 2 ശൈഖുമാരിൽ ഇബ്നു ഹദർ തങ്ങള്, ഇബ്നു സിയാദ് തങ്ങള് മഹാനവറുകളുടെ ഒരു ഫത്വ കാണാം. ഇങ്ങനെ ജമാഅത്ത് മത്റൂക്കല്ല, മത്റൂക്കായ പള്ളിയിൽ, സാധാരണ വഴിവെക്കലും മറ്റൊക്കെയുള്ള പള്ളി, ആ പള്ളിയിൽ വെച്ച് ജമാഅത്ത് ഒന്നിന്റെ മുമ്പും ശേഷമൊക്കെ നടത്താമെങ്കിലും സമ്മതം വേണ്ടെങ്കിലും അങ്ങനെ നടത്തിയാൽ ഫിത്നയുണ്ടാകുമെങ്കിൽ
നടത്തിയവരും നാട്ടുകാരും തമ്മിൽ അടിയുണ്ടാകും, നാട്ടിൽ കുഴപ്പമുണ്ടാകും. എന്താ നമ്മളെ പള്ളിയിൽ കയറിയിട്ട് നാം നിശ്ചയിച്ച സമയത്തിന്റെ മുമ്പ് നടത്തിയത് എന്ന് ഫിത്തന വരുമെങ്കിൽ ആ ഫിത്തനയെ പേടിച്ചുകൊണ്ട് ജമാഅത്ത് ഫിത്തന ഉണ്ടാകുന്ന രൂപത്തിൽ ജമാഅത്ത് നടത്തലെ ഹറാമാണ് എന്ന ഒരു ഫത്വ തന്നെ ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു തങ്ങളവർകൾക്കുണ്ട്. ഇതാ ഫിത്തന ഉണ്ടാക്കരുത്. കീനൂർ ചില വിഷയങ്ങളിലൊക്കെ മസ്അല കൊണ്ട് ഏതാണ്ട് ശാഫിഈ മദ്ഹബിലെ വളരെ ബലഹീനമായ അഭിപ്രായമായിട്ടാണ് ഒത്തതെങ്കിലും നാട്ടിലൊക്കെയും സ്വീകരിച്ചു വരുന്ന ഒരു വഴക്കശിക്കാറുണ്ട്. ചില ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട് ഇങ്ങനെ ഐക്യത്തിന് വേണ്ടി, സമുദായത്തിന്റെ ഐക്യത്തിന് വേണ്ടി, അള്ളാഹുവിന്റെ ദീനിന്റെ ഐക്യത്തിന്, മുസ്ലിമീങ്ങളുടെ ഐക്യത്തിന് വേണ്ടി അല്ലാഹു തആല ലോകം മുഴുവൻ ചെലവഴിച്ചാലും നബിയെ നിങ്ങൾക്ക് പോലും സാധ്യമല്ലെന്ന് അല്ലാഹു തആല നബി തങ്ങളോട് അറിയിച്ച ആ ഐക്യത്തിന് തുരങ്കം വെക്കുന്ന വിധം ഒരു വിധത്തിലുള്ള പരിഷ്കരണവും ദീനിന്റെ പേരിൽ വിദ്അത്തുകാരെ നിങ്ങൾ 100ാം വാർഷികം നടത്തിയാലും, ഇനി മറ്റ് വിദ്അത്തിന്റെ കക്ഷികളല്ലെങ്കിലും സുന്നികളിൽ വെച്ച് പ്രവർത്തിക്കുന്ന സംഘടനക്കാരെ നിങ്ങളും എന്ത് ആശയവിനിമയം നടത്തിയാലും, ആശയപ്രചരണം നടത്തിയാലും, നിങ്ങളുടെ പ്രചരണം കൊണ്ടോ നിങ്ങളുടെ പ്രസംഗം കൊണ്ടോ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടോ ഈ സമുദായത്തിന്റെ ഐക്യത്തിന് നിങ്ങൾ കത്തിവെക്കരുതേ എന്ന് 45ാം വാർഷികത്തിൽ ഈ മഹത്തായ സംഘം കേരളത്തിലുള്ള ജനങ്ങളോട്, സംഘങ്ങളോട് ആവശ്യപ്പെടുകയാണ്. നാമും ഇത് മനസ്സിലാക്കി ഐക്യത്തോടുകൂടെ ജീവിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ ഐക്യം നിലനിർത്തി നമ്മളെക്കൊണ്ടൊരു കുഴപ്പമില്ലാതെ ആശയം പറയുന്നതിലപ്പുറം മറ്റൊരാളെയും വേണ്ടാത്ത ഒരു ആക്ഷേപം നടത്തിയിട്ട് മലീമസമാക്കാതെ, അനൈക്യമുണ്ടാക്കാതെ കാത്തു സൂക്ഷിക്കണമെന്ന് നമ്മോടും ഈ മഹത്തായ സംഘം ആവശ്യപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംഘത്തിന്റെ ഇന്നുവരെ കഴിഞ്ഞുപോയ മഹാന്മാർ ഇന്നും ഈ സംഘത്തെ നയിക്കുന്നത് കീനൂർ മഹാനവറുകൾക്ക് ശേഷം സദസ്സിലുണ്ട്. പറയാൻ ബേജാറുണ്ടെങ്കിലും നമുക്ക് പറയാനും വേദനിപ്പിക്കാനും എന്തൊരു പ്രയാസത്തിനും നമുക്കൊരു സമാധാനം തരാൻ അല്ലാഹു തആല നമുക്ക് നൽകിയ ബഹുമാനപ്പെട്ട സയ്യിദവറുകൾ, അല്ലാഹു മഹാനവറുകൾക്ക് ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. ഒരുപാട് വിഷമങ്ങളും പ്രയാസമല്ലായിട്ടും നമ്മളെ ഈ യോഗത്തിലേക്ക് ആണെന്നെങ്കിൽ വരണമെങ്കിൽ തന്നെ എത്ര വിഷമുണ്ടാവും. ആ വിഷമമെല്ലാം സഹിച്ച് വരുന്നത് മഹാനവറുകൾക്ക് ഓർമ്മയില്ലായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ ഇതുമായിട്ടുള്ള ആ ഒരു മാനസികമായ ബന്ധം, ഉത്തരവാദിത്ത ബോധം അല്ലാഹു മഹാനവറുകൾക്ക് ദീർഘായുസ് നൽകുമാറാവട്ടെ. അതുപോലെ ഇന്ന് സംഘത്തെ നയിക്കുന്ന എല്ലാ നേതാക്കൾക്കും, ഹഖിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ മഹാന്മാർക്കും, ഉസ്താദുമാർക്കും, മശായിഖ്മാർക്കും പടച്ച തമ്പുരാനെ നീ ദീർഘായുസ് നൽകണേ തമ്പുരാനെ, ആഫിയത്ത് നൽകണേ തമ്പുരാനെ, ഹിമ്മത്ത് നൽകണേ തമ്പുരാനെ. മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മശായിഖ്മാർ, താജുൽ ഉലമാ ഓർ, ബഹുമാനപ്പെട്ട കുഞ്ഞറമുട്ടി മുസ്ലിയാർ, ബഹുമാനപ്പെട്ട തായക്കോടവറുകൾ, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഞങ്ങളുടെ നാദാപുരത്തെ ഓർ, ഞങ്ങൾക്ക് പേര് ഓർമ്മയില്ലെങ്കിലും നിനക്കറിയാലോ റബ്ബേ, എല്ലാവരെയും നിനക്കറിയാം. അവരുടെ ആഖിറം നീ വെളിച്ചമാക്കണേ തമ്പുരാനെ, അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. അവർ ഹഖിന് വേണ്ടി ജീവിച്ചവരാണ്. ആ ഹഖിന്റെ പാതയിലൂടെ എന്ത് പ്രയാസങ്ങളുണ്ടായാലും സഹിച്ച് ജീവിച്ച് ആ ഹക്കിലൂടെ മരണപ്പെട്ട് ഹക്കായ നിന്റെ ജന്നാത്തുൻ നഈമിൽ ഞങ്ങളെയും അവരെയും ഞങ്ങളെ ഇഷ്ടക്കാരെയും ഞങ്ങളുടെ ഈ പരിപാടികൾ ദൂര ദിക്കുകളിൽ വെച്ച് മാധ്യമങ്ങൾ മുഖേന കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരന്മാർക്കും നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.